കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. കാലം വളരുമ്പോൾ നമ്മൾ ഡിമിനിഷിംഗ് ആണോ അല്ല ഇൻക്രീസിംഗ് ആണോ? ഭാരതത്തില് ഹിന്ദു ദൈവങ്ങളെല്ലാം ഉച്ചരിക്കുമ്പോൾ ഈ കാലബോധത്തെ കണക്ട് ചെയ്തിട്ട് മാത്രമേ ദൈവങ്ങളുടെ പേര് പറയൂ. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. മനുഷ്യന്റെ പ്രത്യേകത അടിസ്ഥാനപരമായി കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരന്തരം കൂട്ടുന്നവനാണ്, പ്ലസ് ചെയ്യുന്നവനാണ് മനുഷ്യൻ. ക്രിസ്തു ജനിക്കുന്നതിന് 47 കൊല്ലം മുമ്പ് 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ കലണ്ടറിൽ. പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ എന്ന മട്ടിലിരിക്കുന്ന ഒരു കന്യകയുടെ ചിത്രം കിട്ടിയ കന്നിമാസം. ആ ഊ അം കൂട്ടി വായിച്ചാല ഓം. ഇത് ഒരു മതത്തിൻ്റെതല്ല. രാജാവ് പറഞ്ഞു, 1 മാസത്തിന് എൻ്റെ പേര് കൊടുക്കണം. അദ്ദേഹത്തിന്റെ പേര് ജൂലിയസ് സീസർ എന്നായിരുന്നു. അതാ ജൂലൈ. സമയം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങളിൽ മണി സ്ഥാപിച്ചത്, വലിയ മണികൾ. മൃഗങ്ങളുടെ ശരീരത്തിൽ എന്ത് വൃത്തികെട്ട കയറിയാലും പുറത്തു വരുന്നത് നല്ലതാ. അതെ, ഒന്നിച്ചിങ് വന്നപ്പോ തൽക്കാലം അങ്ങ് തുറക്കെന്ന് പറഞ്ഞു മൊത്തം അങ്ങ് തുറന്നു. ഈ പള്ളി വെള്ളത്തിലായിരുന്നോ? കാലിന്റെ മുട്ടെന്തിനാ പറകോട്ട് മടക്കി വെച്ചെന്നറിയാവോ? പറകോട്ടോടാനല്ലല്ലോ, മുന്നോട്ടോടാൻ വേണ്ടിയാ. നമുക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. പഠിക്കാൻ തുടങ്ങാം, അടുത്ത ഞായറാഴ്ച ആവട്ടെ. ഞായറാഴ്ച ഒരു ചുക്കും നടക്കൂല, ഇനി അടുത്ത ഞായറാഴ്ച തുടങ്ങാം. മനുഷ്യജീവിതത്തിന്റെ യാത്രയെക്കുറിച്ചും ആന്തരികവും ബാഹ്യവുമായ യാത്രകളെ എങ്ങനെ സമന്വയിക്കണം എന്നതിനെക്കുറിച്ചും എൻ്റെ ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം തന്നതിൽ ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ സംസാരത്തിൻ്റെ വിഷയം തുടങ്ങേണ്ടത് പ്ലാറ്റിനം ജൂബിലിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. നമുക്ക് പല വിധത്തിലുള്ള ജൂബിലികളുണ്ട്. കാലത്തെ നമ്മൾ പലതായി മുറിച്ചു വെച്ചിട്ടുണ്ട്. സിൽവർ ജൂബിലി ഉണ്ട്, 25-ാം വാർഷികം. സുവർണ ജൂബിലി ഉണ്ട്, 50-ാം വാർഷികം. പ്ലാറ്റിനം ജൂബിലി 75-ാം വാർഷികം, 100-ാം വാർഷികം. അങ്ങനെ വർഷങ്ങളുടെ എണ്ണത്തെ 100-ന്റെ പെരുക്കങ്ങളിൽ നിന്ന് അല്ലെ 10-ന്റെ പെരുക്കങ്ങളുടെ ഘടകങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നു. ഇങ്ങനെ മുറിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. നമുക്ക് മാത്രമേ പിറന്നാൾ ആഘോഷമുള്ളൂ. ഈ ഭൂമിയിൽ മനുഷ്യർക്കല്ലാതെ പിറന്നാൾ ആഘോഷമില്ല, അവർക്കല്ലാതെ വാർഷികാഘോഷമില്ല, ആണ്ടില്ല. എന്തുകൊണ്ടാണത്? മനുഷ്യർക്ക് മാത്രമേ കാലബോധമുള്ളൂ, മനുഷ്യർക്ക് മാത്രമേ ദേശബോധവും ഉള്ളൂ. കാലബോധം എന്ന് പറഞ്ഞാൽ എന്താ? 2026 മെയ് മാസം 31-ാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ വീട്ടിലെ പട്ടിക്കോ പൂച്ചക്കോ അറിയില്ല ഇന്ന് ഞായറാഴ്ചയാണെന്ന്. ഈ കാലബോധത്തിൽ നിന്നാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തിയത്, അറിയുമോ? ദൈവത്തെ കണ്ടെത്തിയത് കാലബോധത്തിൽ നിന്നാണ്. മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒരു പക്ഷിമൃഗാദികളും പ്രാർത്ഥിച്ചിരുന്നില്ല. അവരൊന്നും പള്ളികളോ അരമനകളോ അമ്പലങ്ങളോ ഉണ്ടാക്കിയിരുന്നില്ല. മനുഷ്യൻ ദൈവത്തിലെത്തിയത് ഏത് വഴിയിലൂടെയാണ്? ആ വഴി ത്രികാലജ്ഞാനമാണ്. ത്രികാലജ്ഞാനമാണ്. കാലത്തെ ആദ്യം മുറിച്ചത് 3ആയിട്ടാണ്. 3ആയിട്ട് മുറിച്ചു. പക്ഷിമൃഗാദികൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസേ ഉള്ളൂ, നിലവിലുള്ള കാലമേ ഉള്ളൂ, കഴിഞ്ഞുപോയ കാലമില്ല. എൻ്റെ നാട്ടുകാരനായ ഒരു വത്സൻ എന്ന് പറയുന്ന ഒരു കവി എഴുതിയൊരു ആൽബം ഗാനമുണ്ട്. പണ്ടൽ ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ലളിതഗാനത്തിൽ എല്ലാവരും പാടിയിരുന്ന പാട്ടായിരുന്നു. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഭൂതകാലം നമുക്കേ ഉള്ളൂ. ഭൂതകാലം ഒരു മൃഗത്തിനും അറിയില്ല, ഒരു പക്ഷിക്കും അറിയില്ല തൻ്റെ അപ്പാപ്പൻ ആരാണ്, തൻ്റെ കുടുംബം ഏതാണെന്ന് അറിയില്ല. ഭാവി കാലവും നമുക്കേ ഉള്ളൂ.
അതുകൊണ്ട് നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നു. നമ്മളൊരു 200-500 വർഷം നിൽക്കണമെന്ന് കരുതിയിട്ടാണ് ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ഒരു 150 വർഷമെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത്. ഭാവി കാലമുണ്ട്. പക്ഷിമൃഗാദികൾക്ക് ഭാവി കാലമില്ലാത്തത് കൊണ്ടാണ് ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. എന്താണ് കൂട്ടൽ? മനുഷ്യൻ മാത്രമേ കൂട്ടുന്നവനുള്ളൂ. കൂട്ടുക എന്നതിന്റെ ഇംഗ്ലീഷ് പദമാണല്ലോ പ്ലസ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും കാണുന്ന ഒരു ചിഹ്നമാണ് പ്ലസ്. ഫുൾ A+ന്റെ ബാനർ കാണാം, ഫുൾ A+ന്റെ സ്വീകരണങ്ങൾ കാണാം. +1 ഉണ്ട്, +2 ഉണ്ട്. എന്താണ് ഈ പ്ലസ്? പ്ലസ് ഉള്ള ഒരേ ഒരു ജീവി മനുഷ്യനാ. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 20 ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ അസ്ഥികൂടത്തിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. 20 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ആ 20 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാണ് ജീവിച്ചത്? അതേപോലെ തന്നെയാണ് 2026 ജീവിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പാറമേക്കാവിലിന്റെ 30 ആനയും തിരുവമ്പാടിയുടെ 30 ആനയും കുടമാറ്റത്തിനായിട്ട് വടക്കുന്നാഥന്റെ ഗോപുരത്തിന്റെ മുന്നിൽ അണിനിരക്കുമ്പോൾ ആ കുടമാറ്റം കാണാൻ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരു 5 ലക്ഷം മനുഷ്യരെങ്കിലും അവിടെ ഒത്തുചേരാറുണ്ട്. ഇത്രയും മനുഷ്യർ നോക്കി നിൽക്കുമ്പോൾ ഇതുവരെ ഒരു കൊമ്പനാനക്ക് ഒരു ട്രൗസർ ഉടുക്കണമെന്നോ ഒരു പിടിയാനക്ക് ഒരു പാവാട ഉടുക്കണമെന്നോ ചിന്തയുണ്ടായിട്ടില്ല. അന്നും ഉടുത്തിട്ടില്ല, ഇന്നും ഉടുക്കുന്നില്ല, ഒരിക്കലും ഉടുക്കില്ല. കാരണം അവർക്ക് പ്ലസ് ഇല്ല. നമ്മളോ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു 19-60 വയസ്സ് കഴിഞ്ഞവരുടെ ബാല്യകാലവും ആലോചിച്ച് നോക്കൂ. അന്നത്തെ നിങ്ങളുടെ വീടും ഇന്നത്തെ നിങ്ങളുടെ വീടും എത്രയെത്ര പ്ലസ് ഉണ്ടായി. അന്ന് നമ്മുടെ വസ്ത്രവും ഇന്നത്തെ നമ്മുടെ വസ്ത്രവും എത്ര പ്ലസ് ഉണ്ടായി. അന്ന് നമ്മുടെ ഭക്ഷണവും ഇന്നത്തെ ഭക്ഷണവും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. മനുഷ്യന്റെ പ്രത്യേകത അടിസ്ഥാനപരമായി കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരന്തരം കൂട്ടുന്നവനാണ്, പ്ലസ് ചെയ്യുന്നവനാണ് മനുഷ്യൻ. പ്ലസ് ചെയ്യുന്നവൻ. ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള പ്ലസ് ഉണ്ട്. ബാഹ്യമായ പ്ലസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആന്തരികമായ പ്ലസ് കൊണ്ടേ ബാഹ്യമായ പ്ലസ് ഉണ്ടാവും. ഇപ്പൊ ഈ ബൾബ് കത്തുന്നത് ബാഹ്യമായ വെളിച്ചമാണ്. പക്ഷെ ഈ വെളിച്ചത്തിന് കാരണം തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ്. ആ ആന്തരികമായ വെളിച്ചം കൊണ്ടേ ബാഹ്യമായ വെളിച്ചം ഉണ്ടാകൂ. പക്ഷെ മൃഗാദികൾക്ക് ആന്തരിക ലോകമില്ല. ഉണ്ടോ? തന്റെ സ്വന്തം പേരറിയുന്ന ഏതെങ്കിലും പക്ഷികളും മൃഗങ്ങളും ഉണ്ടോ? നായക്കറിയുമോ തന്റെ പേര് നായയാണെന്ന്? താൻ ആനയാണെന്നറിയുന്ന ഒരു ആനയും ലോകത്തില്ല. എല്ലാറ്റിനും പേര് കൊടുത്ത നമ്മളാ, അല്ലേ? ലോകത്തിൽ മനുഷ്യൻ പേരിടാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ? എല്ലാം മനുഷ്യൻ പേരിട്ടതാ. എങ്ങനെയാ പേരുണ്ടായ? ഭൂമിക്ക് ഭൂമി എന്ന് പേരിട്ടത് മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഭൂമി എന്ന് പേരുണ്ടോ? ആകാശമെന്നോ സ്വർഗമെന്നോ നരകമെന്നോ സൂര്യനെന്നോ ചന്ദ്രനെന്നോ നക്ഷത്രങ്ങൾക്കോ പേരില്ല. എല്ലാറ്റിനും പേര് കൊടുത്തത് നമ്മളാണ്. അതിന് കാരണം നമുക്ക് ആന്തരികമായ വെളിച്ചമുള്ളൂ. ഈ ആന്തരികമായ വെളിച്ചമുള്ളത് കൊണ്ട് ത്രികാല ബോധമുണ്ടായി. എന്ത്? ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. ഈ ത്രികാല ബോധമാണ് ഭൂതം, വർത്തമാനം, ഭാവി. പക്ഷിമൃഗാദികൾക്ക് ഏകകാല ബോധമേ ഉള്ളൂ, വർത്തമാനകാലം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ഭൂതകാല ബോധത്തിൽ നിന്ന് മനുഷ്യൻ മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്ക്, മറ്റൊരു തിരിച്ചറിവിലേക്ക് എത്തി. എന്താണത്? ഉണ്ടായതാണ് ഈ ലോകം, ഉണ്ടായ കാലം എന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ടാക്കിയവൻ ആര് എന്ന ചിന്തയുണ്ടായത്. അവിടെയാ ദൈവത്തിലെത്തിയത്. ഉണ്ടാക്കിയവൻ, ഒരു ക്രിയ നടക്കണമെങ്കിൽ ഒരു കർത്താവ് വേണ്ടേ? അതാ കർത്താവ്. മനസ്സിലായോ? ഈ ചരാചരം നിർമ്മിച്ചും പാലിച്ചും തച്ചുടച്ചും വിളങ്ങുന്ന ദൈവമേ, വിശ്വനായക, വിശ്വൈക പാലക,
ഈ ചരാചരം നിർമ്മിച്ചും പാലിച്ചും തച്ചുടച്ചും വിളങ്ങുന്നവൻ. ഭൂതം, വർത്തമാനം, ഭാവി, ഇത് മൂന്നും ചേരുന്നതാണ് ഭാരതത്തില് ഹിന്ദു ദൈവങ്ങളെല്ലാം ഉച്ചരിക്കുമ്പോൾ ഈ കാലബോധത്തെ കണക്ട് ചെയ്തിട്ട് മാത്രമേ ദൈവങ്ങളുടെ പേര് പറയൂ. ഓം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് മനുഷ്യനെത്തിയ കാലബോധമാണെന്നറിയുമോ? ആ ഊ അം കൂട്ടി വായിച്ചാല ഓം. ഇത് ഒരു മതത്തിൻ്റെതല്ല. കാരണം ഓംകാരം ഉണ്ടാകുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഒരു മതവും ഇല്ല. ആ ഉണ്ടാവുക, ഊ നിലനിൽക്കുക, അം ഇല്ലാതാവുക, കൂട്ടി വായിച്ച ഓം. കിട്ടിയോ? ത്രികാലബോധമാണത്. പക്ഷിമൃഗാദികൾക്ക് ഇരുട്ടുമുണ്ട്, വെളിച്ചമുണ്ട്. അവർക്ക് തിരിച്ചറിയാം ഇരുട്ടും വെളിച്ചവും. പക്ഷെ ഇരുട്ടുള്ളതിനെ രാത്രിയെന്നും വെളിച്ചമുള്ളതിനെ പകലെന്നും, ഇരുട്ടും വെളിച്ചവും ചേർന്നതിനെ ഒരു ദിവസമെന്നും, 7 ദിവസം ചേരുമ്പോൾ ഒരു വാരമെന്നും, 7 ദിവസം ചേരുമ്പോൾ ഒരു വാരം, 2 വാരം ചേരുമ്പോൾ ഒരു പക്ഷം, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസം, 6 മാസം ചേരുമ്പോൾ ഒരു അയനം, 2 അയനം ചേരുമ്പോൾ ഒരു വർഷം, 12 വർഷം ചേരുമ്പോൾ വ്യാഴവട്ടം, 100 വർഷം ചേരുമ്പോൾ നൂറ്റാണ്ട് എന്ന് കാലത്തെ നമ്മൾ മുറിച്ചു. ഒരു വർഷത്തെ 12 മാസങ്ങളാക്കി മുറിച്ചു. എങ്ങനെ? 12 മാസങ്ങളാക്കി മുറിച്ചത് എങ്ങനെയാ? ആകാശത്തെ നക്ഷത്രങ്ങളുടെ ചിത്രം മാറി മാറി വരും. പണ്ട് കുട്ടികളുടെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നില്ലേ? ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു പസിൽ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കുറെ കൊത്തുകൾ ഇടും, എന്നിട്ട് കുത്തിന് നമ്പർ ഇടും. എന്നിട്ട് ഈ നമ്പർ ക്രമത്തിൽ കുത്തുകൾ യോജിപ്പിച്ചിട്ട് ഒളിഞ്ഞിരിക്കുന്ന ആളെ കണ്ടെത്തുക. കുട്ടികൾ ചിത്രം വരക്കാനും പഠിക്കും, നമ്പറും പഠിക്കും. നല്ല പസിലാണത്. ഇതുപോലെ പണ്ടത്തെ മനുഷ്യൻ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ചിത്രം വരച്ചു, കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം വരച്ചു. ആ ചിത്രങ്ങൾ ആണ് ഓരോ മാസമായി മാറിയത്. കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് നമ്മൾ നക്ഷത്രങ്ങളെ നോക്കുമ്പോ നക്ഷത്രങ്ങൾ മാറുന്നില്ലെങ്കിലും നമ്മൾ കാണുന്ന വിന്യാസം മാറും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്താലും ഇവിടുന്ന് എടുത്താലും ഫോട്ടോയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് വ്യത്യാസം ഇല്ലെങ്കിലും ഫോട്ടോ എടുക്കുന്ന ആളുടെ കണ്ണിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഫോട്ടോയിൽ വ്യത്യാസം. അതുപോലെ നക്ഷത്രങ്ങൾ നമ്മൾ സൂര്യനെ ചുറ്റുമ്പോൾ 12 ഇടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ 12 ചിത്രങ്ങൾ കിട്ടി. കാളയുടെ, പോത്തിന്റെ ചിത്രം കിട്ടിയതാണ് ഇടവമാസം. ഇത് ഭാര്യയും ഭർത്താവും മിഥുനങ്ങൾ അഭിമുഖരായിരുന്നിട്ട് വെറ്റില മുറുക്കാനിരിക്കുന്ന ആ മിഥുനങ്ങളുടെ ചിത്രം കിട്ടിയ മിഥുനമാസം. ഞണ്ടിന്റെ ചിത്രം കിട്ടിയ കർക്കടക മാസം. ഞണ്ട് കർക്കടക മാസം. സിംഹത്തിന്റെ ചിത്രം കിട്ടിയ സിംഹമാസം. മലയാള ഭാഷയിൽ പണ്ട് സംസ്കൃത അക്ഷരം ഉണ്ടായിരുന്നില്ല. സംസ്കൃതത്തിലെ ശാഷാസാഹ. ഇപ്പൊ ശാഷാസാഹ ഇല്ലാതിരിക്കുമ്പോ സിംഹം എന്ന് പറയാൻ പറ്റുമോ? അതിനാ ചിങ്ങം എന്ന് പറഞ്ഞു. മനസ്സിലായോ? കന്യമാസം. കന്യക, വിവാഹിതയാവാത്തൊരു പെണ്ണ് താടിക്ക് കയ്യും കൊടുത്തിട്ട് പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ എന്ന മട്ടിലിരിക്കുന്ന ഒരു കന്യകയുടെ ചിത്രം കിട്ടിയ കന്യമാസം. ത്രാസിന്റെ ചിത്രം കിട്ടിയ, ത്രാസിന് തുലാസ് എന്ന് പറയില്ലേ, തുലാഭാരം തൂക്കുന്ന തുലാമാസം. തേളിന്റെ ചിത്രം കിട്ടിയ വൃശ്ചിക മാസം. വൃശ്ചികൻ എന്ന് പറഞ്ഞാൽ തേളെന്നർത്ഥം. വില്ല് കുലച്ചു നിൽക്കുന്ന ഒരു ഭടന്റെ ചിത്രം കിട്ടിയ ധനുമാസം. ധനുസ് വില്ല. നർമ്മദ എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്. പുഴയൊക്കെ ഭാരതത്തിൽ ദൈവങ്ങളാണല്ലോ. നർമ്മദാ ദേവതയ്ക്ക് ഒരു വാഹനമുണ്ട്. മുഖം മുതലയും ഉടലും മീനുമായിരിക്കുന്ന മകരമത്സ്യം. ആ വിചിത്ര ജീവിയുടെ ചിത്രം കിട്ടിയ മകരമാസം. കുംഭം, പാത്രത്തിന്റെ ചിത്രം കിട്ടിയാൽ കുംഭമാസം. സാധാരണ ഒരു പരൽമീന്റെ ചിത്രം കിട്ടിയ മീനമാസം. ആടിന്റെ ചിത്രം കിട്ടിയ മേഷമാസം. ഷാന്നില്ലാത്ത കൊണ്ട് മേടമാസായി. മേടമാസം. മനസ്സിലായോ? നമ്മൾ മാസങ്ങൾക്ക് പേര് കൊടുത്തത്. ഗ്രീക്ക് ദേവതയായ ജാനുസ് ഗോഡ് ഓഫ് എൻട്രൻസ് ആണ്. പ്രവേശനദ്വാര ദൈവമാണ്. അതുകൊണ്ടാണ് ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ജാനുസിന്റെ പേര് കൊടുത്തത്. അതാ ജാനുവരി. പിന്നീട് ആത്മശുദ്ധീകരണത്തിന്റെ ദേവനാണ് ഫെബ്രുവരി.
അതാണ് ഫെബ്രുവരി. യുദ്ധദേവനാണ് മാർച്ച്, അതാ മാർച്ച്. വസന്തദേവനാണ് ഏപ്രിലൈറ്റ്, അതാണ് ഏപ്രിൽ. വിവാഹദേവനാണ് മേയസ്, അതാണ് മെയ്. സൗന്ദര്യദേവനാണ് ജൂണസ്, അതാണ് ജൂൺ. ക്രിസ്തു ജനിക്കുന്നതിന് 47 കൊല്ലം മുമ്പ് 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. കലണ്ടറിൽ 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. 47 വർഷം മുമ്പ്. ക്രിസ്തുവിന് മുമ്പ് 47-ാം വർഷമാണ് കലണ്ടർ പുതുക്കിയിട്ട് ഇന്ന് കാണുന്ന കലണ്ടർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജൂൺ കഴിഞ്ഞാൽ പിന്നെ 7-ാം മാസം. അപ്പോഴാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ നാട്ടുകാരാണെന്ന് തെളിവ് തരട്ടെ. 7-ാം മാസത്തിന്റെ പേര് സപ്തംബർ എന്നായിരുന്നു. സപ്തം 7 അല്ലേ? 8-ാം മാസത്തിന്റെ പേര് അക്ടോബർ എന്നായിരുന്നു, അതാ ഒക്ടോബർ ആയത്. നവം 9-ാം മാസം നവംബർ. ദശം 10, ദശംബർ, ഡിസംബറായി. പിന്നീട് ഈ 12 രാശികളെ കണ്ടെത്തിയിട്ട് 12 മാസങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ 2 മാസത്തിന് പുതിയ പേര് കൊടുക്കണ്ടേ? അന്നത്തെ രാജാവിനോട് ചോദിച്ചു, എന്ത് പേരാ കൊടുക്കണ്ടേ? അന്നത്തെ രാജാവ് ട്രംപിനെ പോലുള്ള ഒരാളാണ്. എന്റെ ഫോട്ടോ എല്ലാ ഡോളറിനും അടിക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അന്നത്തെ രാജാവ് പറഞ്ഞു 1 മാസത്തിന് എന്റെ പേര് കൊടുക്കണം. അദ്ദേഹത്തിന്റെ പേര് ജൂലിയസ് സീസർ എന്നായിരുന്നു, അതാ ജൂലൈ. ജൂലൈ മാസം വന്നു. അടുത്ത മാസത്തിന് എന്ത് പേര് കൊടുക്കും? അടുത്ത മാസത്തിന് എന്റെ മരുമകനും അടുത്ത രാജാവും ആയിരിക്കുന്ന അഗസ്റ്റ് സീസറിന്റെ പേര് കൊടുക്കും, അത് ആഗസ്റ്റ്. ജൂലൈ ആഗസ്റ്റ് നടുക്ക് കയറിയപ്പോഴാണ് 7-ാം മാസം 9 പോയേ. സെപ്റ്റംബർ അങ്ങനെയാ 9-ാം മാസമായത്. ദശംബർ 10-ാം മാസം 12-ാം മാസമായത്. ഞാൻ എന്തിനാ ഇങ്ങനെ വിശേഷിപ്പിച്ച് പറഞ്ഞെന്നറിയുമോ? സമയം മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ മാത്രമാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയരഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു, സകലതിനും പൊരുളേ നീ കാത്തരുളീടണമേ. ഈ പാട്ടിന്റെ പ്രത്യേകത അറിയാമോ? യേശുദാസും ജയേന്ദ്രനും പാടിയ യുഗ്മഗാനാണ് ഈ പാട്ട്. സമയരഥങ്ങളിൽ സഞ്ചരിക്കുന്നവനാ മനുഷ്യൻ. നമ്മളൊരു ദിവസത്തെ മുറിച്ചു 24 ആക്കിയിട്ട്. എന്താ 24 എടുത്ത ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് പറയാനാവോ 24ന്റെ കണക്കെങ്ങനെ ഉണ്ടായെന്ന്? എന്തുകൊണ്ടാ 24 മണിക്കൂറായത്? ഒരു അധ്യാപകനും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല, ഒരു കുട്ടി ഇതുവരെ ചോദിച്ചിട്ടില്ല എന്താ 24ന്റെ കണക്ക്. ആ കണക്ക് ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്നില്ല കേട്ടോ. ക്ലാസ് എടുക്കണമെങ്കിൽ ഉച്ച കഴിയും. സുമേറിയൻ സമയരീതിയെ പറ്റിയിട്ട് പഠിക്കേണ്ടി വരും. ലാസാഗ, ഊസാഗ, LCM പഠിക്കേണ്ടി വരും. എന്നാലേ 24ന്റെ കണക്ക് മനസ്സിലാവും. 24 ആദ്യം മുറിച്ചത്, ഭാരതത്തിൽ ആദ്യം ദിവസത്തെ മുറിച്ചത് യാമങ്ങളായിട്ടാണ്. യാമം കേട്ടിട്ടുണ്ടോ? യാമം. യാമം കഴിയുമ്പോ അന്ന് ക്ലോക്കും ടൈമീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് അമ്പലങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും ശംഖ് വിളിക്കും. യാമശംഖുലിവാനിലുയർന്നു. പിന്നീട് നാഴികകളും വിനാഴികകളുമായി. നാഴികമണി കേട്ടിട്ടുണ്ടോ? നാഴികമണി സമയമറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങളിൽ മണി സ്ഥാപിച്ചത്, വലിയ മണികൾ. നാഴികമണിയുടെ സ്പന്ദന ഗാനം, ഈ മനോഹര ഗാനം. പുലരി ചിരിക്കും, സന്ധ്യ മരിക്കും, കാലം പിന്നെയുമൊഴുകും. സുഖമൊരു ബിന്ദു എന്ന ശ്രീകുമാരൻ തമ്പിയുടെ പ്രശസ്തമായ പാട്ടാണ് ദുഃഖമൊരു ബിന്ദു. ഈ പാട്ട് ഞാനിവിടെ പാടാൻ ഒരു ഉദ്ദേശമുണ്ട്. എൻ്റെ നാട്ടിൽ യേശുദാസിന്റെ പാട്ടിന് 50 വർഷം ആഘോഷിക്കുന്ന ഒരു പരിപാടി വെച്ചു, വായനശാല. ആ പരിപാടിയിൽ എല്ലാവർക്കും പാടാം എന്നായിരുന്നു പരിപാടിയുടെ പേര്. പ്രായമായ മനുഷ്യരെല്ലാം കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവരോടെല്ലാം പാടാൻ പറഞ്ഞു. പിന്നെ യേശുദാസിന്റെ പാട്ടിനെ പറ്റി പറയാനും പറഞ്ഞു. അപ്പോൾ ഒരു പ്രായമുള്ളൊരു ജാനകി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഞങ്ങളുടെ മലബാറിൽ ജാനകീനെ ജാനു എന്നാ വിളിക്കുക.
ജാനു എന്ന് പറഞ്ഞ സ്ത്രീ മൈക്ക് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, യേശുദാസിന്റെ പാട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതെന്തേനും? ഈ ഗോപാലാട്ടൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാനും എൻ്റെ ഇവരുടെ അമ്മയും തമ്മിൽ എപ്പോഴും ശണ്ടയാണ്. എനിക്ക് വീട്ടിൽ സാമ്പാർ വെക്കാൻ അറിയില്ലായിരുന്നു. എന്നോട് സാമ്പാർ വെക്കാൻ പറഞ്ഞു ഇവരെ അമ്മ. ഞാൻ പരിപ്പും വെണ്ടയ്ക്ക് ഒന്നിച്ചടുപ്പത്തിട്ടു. പരിപ്പ് പോകുമ്പോൾക്ക് വെണ്ടക്ക കാണുന്നില്ല, അടിഞ്ഞുപോയി. അന്ന് മുതൽ എന്നെ ശകാരിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ എന്നെ സാമ്പാർ എന്നാ വിളിക്കുക. നാട്ടുകാരെ മുമ്പിലെല്ലാം എന്നെ അപമാനിച്ചു, സാമ്പാർ എന്നാ വിളിക്കുക. അവസാനം സഹി കെട്ടിട്ട് ഞാനൊരു ദിവസം അങ്ങോട്ടെന്തോ പറഞ്ഞു. അതിൻ്റെ പേരിൽ ഭയങ്കര കുഴപ്പമായി. ഞാൻ എൻ്റെ അച്ഛന് കത്തയച്ചു. അന്ന് ഫോണില്ലല്ലോ, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകണം. അച്ഛൻ മറുപടി കത്തയച്ചു, ഇങ്ങോട്ട് വന്നെങ്കിൽ അടിച്ച് മുട്ടുമുറിച്ച് കളിയും. നിന്റെ ഇളയത് 3 പെണ്ണുണ്ട് ഇവിടെ, നീ തിരിച്ചു വന്നാൽ പിന്നെ ആ 3 മൂലക്കാവും. പണ്ട് പെൺകുട്ടികൾക്ക് ഭർത്താവിനെ കിട്ടാതെ മൂലക്കായി പോകുന്ന ഒരു ഭയമുണ്ടായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ച് ആൺകുട്ടികളാണ് ഭയം, അല്ലേ? അങ്ങനെ നിവൃത്തിയില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ വീടിൻ്റെ മേലത്തെ റൂമിൽ, കഴുക്കോലുള്ള റൂമിൽ കഴുക്കോലിന് സാരി കുടുക്കിയിട്ട് തൂങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എല്ലാവരും താഴെയുള്ളത് പെടക്കുന്ന ഒച്ച കേട്ടിട്ട് താഴെ നിന്ന് ഓടി വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയാൽ പിന്നെ എൻ്റെ പേര് അരത്തൂങ്ങി എന്നായിരിക്കും. തൂങ്ങിയിട്ട് രക്ഷപ്പെട്ട ആളെ അരത്തൂങ്ങി എന്നാ വിളിക്കുക നാട്ടിൽ. അതുകൊണ്ട് താഴത്തുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ റേഡിയോയിൽ ഉച്ചത്ത് പാട്ട് വെച്ചു. അന്ന് രാത്രി 10 മണിക്ക് രഞ്ജിനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ഒരു പാട്ട് ശ്രീകുമാരൻ തമ്പി എഴുതി. ഈ പാട്ട്, സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു, ജീവിതം ഇതു ജീവിതം. അപ്പൊ പെൻഡുലം, ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ടല്ലോ, ഒരു ബിന്ദുവിൽ നിന്ന് അങ്ങോട്ട് പോകും, മറ്റൊരു ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഒന്ന് സുഖവും ഒന്ന് ദുഃഖവുമാ. ഒരിക്കലും പെൻഡുലം ചെരിഞ്ഞൊരു ബിന്ദുവിൽ നിൽക്കാറില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പൊ എനിക്ക് ദുഃഖമാണ്, അപ്പൊ ഇത് ആടി സുഖത്തിലേക്ക് പോകുമായിരിക്കും അല്ലേ? എന്നാ പിന്നെ അതുകൂടി നോക്കിയിട്ട് മരിക്കാം എന്ന് കരുതി ഞാൻ തൂങ്ങാൻ കെട്ടിയ സാരിയെല്ലാം അയച്ചു. ഇപ്പൊ എനിക്ക് പരമസുഖ. മക്കളും മക്കളായിട്ട് ഒരുപാട് പേരുണ്ട്. അന്ന് ആ പാട്ടല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭർത്താവ് ഗോപാലട്ടൻ വായ വളർന്ന് നോക്കുക. അവരാ വിവരം അറിയില്ല. ഒരു പാട്ട് കൊണ്ടൊരു ജീവൻ രക്ഷപ്പെട്ടില്ലേ? ഇവിടെയൊക്കെ കാലമാണ് വിഷയം. ഈ കാലത്തിലേക്കുള്ള വളർച്ചയിൽ നമ്മൾ തളരുന്നോ വളരുന്നോ എന്ന് സ്വയം പരിശോധിക്കുവാനാണ് മനുഷ്യൻ. കാലം വളരുമ്പോൾ നമ്മൾ ഡിമിനിഷിംഗ് ആണോ അല്ല ഇൻക്രീസിങ് ആണോ? നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, വളരും തോറും എല്ലാം ഉപേക്ഷിക്കണമെന്നല്ലേ. യൗവനം വരുന്നത് വരെ സമ്പാദ്യങ്ങൾ വലിച്ചു കൂട്ടുക, പുസ്തകങ്ങൾ വായിക്കുക, എനർജറ്റിക്കായി ഇടപെടുക. എന്നിട്ട് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാലോ പിന്നെ എന്താ സെബാസ്റ്റ്യൻ ചേട്ടാ? ഒന്നുമില്ല, കർത്താവ് വിളിക്കുമ്പോൾ പോവുക. ആരാ പറഞ്ഞേ? പോകാനാണ് പിന്നെ വരണോ? ജഗതി ശ്രീകുമാറിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ജഗതിയോട് ചോദിക്കുന്ന ഒരു സംഭാഷണമുണ്ട്, എന്തിനാ കുനിഞ്ഞ്? അപ്പൊ ജഗതി പറയാ, നിവരാൻ വേണ്ടി കുനിഞ്ഞതാ, നിവരാൻ വേണ്ടി കുനിഞ്ഞതാ. പോകാൻ വന്നവരല്ല നമ്മൾ. പോകുമ്പോ പോട്ടെ. പോകുന്നത് വരെ ഇൻക്രീസ് ചെയ്യുന്നവനെയാണ് മനുഷ്യനെന്ന് പറയുക. മരണം വരെ വികസിച്ചു കൊണ്ടിരിക്കണം. എന്താ വികസിക്കണ്ടേ? ശരീരം വികസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഒരു ചോറ് തിന്നു, ഇന്ന് 2 ചോറ് തിന്നാൻ പറ്റൂ? എനിക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരുന്നു. ഒരു 25 ഇഡ്ഡലിയും 5 വടയും അല്ലേ, ഒരു പാത്രം നിറയെ പുഴുങ്ങിയ പഴവും ഒക്കെ കൊണ്ടുവച്ചിരുന്നു. സമുദ്രത്തിൽ പോയാലും പാത്രത്തിൽ കൊള്ളുന്നല്ലേ മുക്കാൻ പറ്റൂ. ഇത് മുഴുവൻ തിന്നാൻ പറ്റുമോ എനിക്ക്? ഇല്ല. ശരീരം വികസിപ്പിക്കുന്നതിന് പരിധിയുണ്ട്. ശരീരമല്ല മനുഷ്യനെ മഹാനാക്കുന്നത്. ശരീരം നമ്മുടേത് മൃഗങ്ങളെക്കാൾ പക്ഷികളെക്കാൾ മോശമല്ലേ? തെളിവ് ഞാൻ തരാം. ആരാണ് സുന്ദരൻ? ഒരു ആനയുടെ മുൻഭാഗത്തുനിന്നും സൈഡിൽ നിന്നും പിന്നൊന്നും കണ്ടാൽ നല്ല രസമല്ലേ? ഒരു കടുവയുടെ ഏത് ഭാഗത്തും സുന്ദരനാണ്. ഒരു മീൻകള്ളത്തി പക്ഷിയാവട്ടെ, മരംകൊത്തി പക്ഷിയാവട്ടെ, മയിലാവട്ടെ, കുയിലാവട്ടെ, ഒരു കോഴിയാവട്ടെ, എല്ലാ ഭാഗത്തും സ്റ്റൈലുള്ള.
മുൻഭാഗത്തേക്കാൾ പിൻഭാഗമാണ് അതിലൊക്കെ സൗന്ദര്യം. എന്നാ മനുഷ്യൻ മുൻഭാഗം മാത്രമേ സൗന്ദര്യമുള്ളൂ. പിൻഭാഗം ആരെങ്കിലും സെൽഫി എടുക്കാറുണ്ടോ? ഇല്ല, മുൻഭാഗം മാത്രമാണ്. അതും നമ്മൾ കുളിക്കുന്നത് കൊണ്ടും വസ്ത്രം ധരിക്കുന്നത് കൊണ്ടുമാ. പക്ഷിമൃഗാദികൾ ഒന്നും വസ്ത്രം ധരിക്കാറില്ല, കുളിക്കാറില്ല, പല്ല് തേക്കാറില്ല, എന്നിട്ട് ഒരു വൈരൂപ്യവും ഇല്ല. എന്നാ നമ്മള് 6 മാസമായി കുളിക്കാതെ പല്ല് തേക്കാതെ ഈ സഭാ ഹാളിൽ, ഈ പാരിഷ് ഹാളിൽ, അല്ല ഈ പള്ളി ഹാളിൽ ഇരിക്കുന്നവരാരും ഒരു വസ്ത്രവും ധരിച്ചിട്ടില്ലെങ്കിൽ ആലോചിച്ചു കേട്ടെ, എന്തൊരു വൃത്തികേടായിരിക്കും. മനുഷ്യൻ ശരീരം കൊണ്ടല്ല സുന്ദരനാവുന്നത്. ശരീരം മൃഗങ്ങളെക്കാൾ മോശമാണ് നമ്മുടേത്. തെളിവെന്താ? ശരീരം മോശമാണെന്ന്. നമ്മുടെ ശരീരത്തിൽ നല്ലത് കഴുകിയതും വേവിച്ചതും മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. പക്ഷെ നമ്മുടെ വിസർജ്യമാണ് ഏറ്റവും കൂടുതൽ മോശം, ഏറ്റവും കൂടുതൽ വൃത്തികേട്. എന്നാൽ ഒരു പക്ഷിമൃഗാദികൾക്കും കക്കൂസ് വേണ്ട. അവര് തിന്നുന്ന ഒന്നും കഴുകിയതും വേവിച്ചതും അല്ല. വീട്ടിലെ ചോറ് പുളിച്ചു പോയാ പശുവിന്, വെള്ളരിക്ക കെട്ടുപോയാ പശുവിന്, ചോറ് കറി നാറിപ്പോയാ പശുവിന്, കെട്ടതും നാറിയതും പുളിച്ചതും എല്ലാം കൊടുത്താലും പശു തിന്നിട്ട് പുറത്തേക്ക് വരുന്ന ചാണകമായിരുന്നു ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ വീടിന്റെ അകം വൃത്തിയാക്കിയിരുന്ന, ചാണകം മെഴുകിയിരുന്നത് ഇല്ലേ? ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുമ്പോ പ്രധാനമായിട്ട് ശുദ്ധി ചെയ്യാൻ ചാണകം വേണം. ഒരു നാട്ടിൽ പഞ്ചഗവ്യം, ചാണകവും ഗോമൂത്രവും കൊണ്ടുണ്ടാക്കുന്ന പഞ്ചഗവ്യം വേണമെന്ന് തന്ത്രി പറഞ്ഞപ്പോ നാട്ടിൽ എവിടെയും പശുവില്ല, ചാണകം കിട്ടാനില്ല. അപ്പൊ കമ്മിറ്റിക്കാരൻ ഒരുത്തൻ തന്ത്രിയോട് പോയി പറഞ്ഞു, തിരുമേനി, പശുവിന്റെ ചാണകം കിട്ടാറില്ല, അങ്ങ് മത്സ്യമാംസാദികളൊന്നും കഴിക്കാത്തൊരു മനുഷ്യനല്ലേ, അങ്ങയുടെ ചാണകം പോരേന്ന് ചോദിച്ചു. പറ്റുമോ? ഇല്ല. എന്ത് നല്ലത് കയറിയാലും പുറത്തേക്ക് വരുന്നത് വൃത്തികെട്ടതാ. മൃഗങ്ങളുടെ ശരീരത്തിൽ എന്ത് വൃത്തികെട്ടത് കയറിയാലും പുറത്ത് വരുന്നത് നല്ലതാ. അതുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ മികച്ചവരല്ല. പിന്നെ എന്താണ് മനുഷ്യന്റെ മഹത്വം? മനുഷ്യന്റെ മഹത്വം ആന്തരിക പ്രകാശമാണ്, ഉള്ളിലെ വെളിച്ചമാണ്. ആ ഉള്ളിലെ വെളിച്ചത്തിന്റെ വികാസം പ്രായം തടസ്സമല്ല. ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിനം കഴിയുന്തോറും നമ്മുടെ വെളിച്ചം വർദ്ധിപ്പിക്കണം. കാരണം കാലബോധം നമുക്കുള്ളത് കൊണ്ട് നഷ്ടബോധവും നമുക്കേ ഉള്ളൂ. നഷ്ടബോധം നഷ്ടപ്പെട്ടു പോയില്ല. ഇന്നലെയോളമുള്ളത് മരിച്ചുപോയില്ലേ നമ്മള്? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, ജനിച്ചു തീർന്നിട്ടില്ല ഇതേവരെ ഞാൻ, ജനിച്ചേടത്തോളം മരിച്ചു കഴിഞ്ഞു കഷ്ടം. ജനിച്ചേടത്തോളം മരിച്ചുപോയല്ലോ. അതുകൊണ്ടാണ് ആ നഷ്ടബോധം നികത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് ഒന്നിച്ചു പഠിച്ച കുട്ടികളെ കാണാൻ വേണ്ടി പോകുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുന്നില്ലേ? എന്താ അത്? അന്ന് പഠിക്കുമ്പോ പ്രേമൊക്കെ ഉണ്ടായിരുന്നു, പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അടി കിട്ടും, ക്ലാസ് ഒന്ന് പുറത്താക്കുമെന്ന് പേടിച്ചിട്ട് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫ് എഴുത്തുണ്ട്. ഓട്ടോഗ്രാഫിൽ കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതി കൊടുത്തു. പക്ഷെ കാര്യമില്ല, ഒരു ഫോണും ഇല്ല, ഒരു സംവിധാനവും ഇല്ല. ഇപ്പോഴാണ് കുറച്ച് ജീവിതവും ചുറ്റുപാടൊക്കെ ആയപ്പോ മൊബൈൽ ഫോണും വാട്സപ്പും വന്നപ്പോ പഴയ ആളെല്ലാം തപ്പി തിരിച്ചു പോവുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമാ നാട്ടിലാകെ. കാരണം സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയുണ്ട്, പിന്നെ നമുക്ക് നേരവുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? കഴിഞ്ഞുപോയ കാലത്തിലേക്ക് ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമീ വേദിയിൽ. ഓർമ്മകൾ കൈവള ചാർത്തി വരും. അതുകൊണ്ടാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഉണ്ടാവുന്നത്. ഓർമ്മകളിൽ തറവാട് വീടുകളിലേക്ക്, ജനിച്ചു വളർന്ന ഓടിക്കളിച്ച് നടന്ന വീടുകളിലേക്കൊക്കെ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമില്ലേ? അല്ലേ? അത് മനുഷ്യന് മാത്രമുള്ളതാ. പക്ഷെ കഴിയില്ലല്ലോ, നമുക്ക് ടൈം ട്രാവലിംഗ് ഇല്ല. പുറകോട്ട് പോകാൻ പറ്റില്ല, മുന്നോട്ടേ പോകാൻ പറ്റും. അപ്പൊ പഴയകാല ഓർമ്മകളിൽ നിന്ന്, അറിവുകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. മനുഷ്യന്റെ നിർവചനം മനസ്സിലായോ?
ഭൂതകാലത്തിലെ ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഒരച്ച് കത്തിക്കണം. പണ്ടതെല്ലാം നല്ലത്, പുതിയതെല്ലാം അബദ്ധം എന്ന് പറയുന്ന കുറെ ആളുകൾ. പഴയതെല്ലാം മോശം, പുതിയത് മാത്രം നല്ലത് എന്ന് പറയുന്ന കുറെ ആളുകൾ. ഈ ഒഴുക്ക്, ഇത് രണ്ടും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായി നിൽക്കുന്നതാണ് പ്രശ്നം. വർത്തമാന കാലഘട്ടത്തോട് ഒരച്ച് നമ്മളത് പുതുക്കണം. എന്നിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രവാഹമാണ്. ആ സാംസ്കാരിക പ്രവാഹത്തിൽ വയോജനങ്ങൾ മുതൽ മധ്യവയസ്കർ മുതൽ അച്ഛനമ്മമാർ മുതൽ യുവാക്കൾ മുതൽ കുഞ്ഞുങ്ങൾ വരെ അതിൽ കണ്ണികളാണ്. അതൊരു തുടർച്ചയാണ്. ആ തുടർച്ച മുറിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പ്രവാഹം തടയപ്പെടുകയാണ്. ആ പ്രവാഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മളൊരു പുഴയാണ്, ഒരു പ്രവാഹമാണ്, ചലിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ H1N1 ബാക്ടീരിയ ഉണ്ടാകും. എന്നാൽ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല. പുഴയെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ പുഴ ഒഴുകുന്നത്? കടലിൽ ചേരാനാണോ? അല്ല. പുഴയൊഴുകുന്നത് കടലിൽ ചേരാനല്ല. കടലിൽ എത്തുന്നത് വരെയേ പുഴയുള്ളൂ. അത് പുഴയായി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? 2 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ എറണാകുളം ജില്ലയിലെ പാലിയത്തുവളപ്പിൽ, പറവൂര് പാലിയത്തുവളപ്പിൽ അന്ത്യവിശ്രമം കൊണ്ട ഒരു മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ പോയിട്ട് ഞാൻ പാട്ടുപാടി. സാധാരണ ഹിന്ദുക്കൾ മരിച്ചാല് ശവസംസ്കാര ചടങ്ങ് പാട്ടുപാടാറില്ല. ക്രിസ്ത്യാനികൾ പാടും, ഹിന്ദുക്കൾ പാടാറില്ല. ഞാൻ അവിടെ പോയി പാട്ടുപാടി. ഞാൻ പാടിയ പാട്ട് ആ മനുഷ്യൻ പാടിയ പാട്ടായിരുന്നു. പുഴയെക്കുറിച്ച് ആ മനുഷ്യൻ പാടിയൊരു പാട്ടുണ്ട്. പുഴയ്ക്ക് മറ്റൊരു പര്യായമാണല്ലോ കല്ലോലിനി. കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. ജയചന്ദ്രനായിരുന്നു അന്ന് മരിച്ചുപോയത്. ആ ശവസംസ്കാര ചടങ്ങ് ഞാൻ പങ്കെടുത്ത. നമ്മളൊരു പുഴയാണ്. ആ പുഴ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കണം. ആ പുഴ കടലിനടുത്തെത്തുമ്പോൾ സ്പീഡ് കുറയും, പക്ഷെ അതിന് തക്കതായി വീതി കൂടും. വേണ്ടേ? നിങ്ങൾ സ്പീഡ് കൂടുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ വിശാലത കൂടണ്ടേ? വീതി കൂടുന്നുണ്ടോ? നമുക്ക് പഴയതുപോലെ നടക്കാൻ പറ്റിയെന്ന് വരില്ല. ഗാത്രം സങ്കുചിതം ഗതിർവികളിതേ ദൃഷ്ടിർനശ്യതി വർദ്ധതേ ബധിരത വാക്യം നാദ്രിയതേ വക്ത്രം ലലായതേ ബാന്ധവജനിർ ഭാര്യാന ശുശ്രൂഷതേ ഹാ കഷ്ടം പുരുഷസ്യ ജീർണവയസ്സ പുത്രോപ്യമിത്രായതേ. 300 കൊല്ലം മുമ്പ് എഴുതി വെച്ച സാധനാണ്. ഗാത്രം സങ്കുചിതം, ശരീരം ചുക്കിച്ചുളിയുന്നു. ഗതിർവികളിതേ, നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഞ്ചിപ്പോകുന്നു. ദൃഷ്ടിർനശ്യതി, കാഴ്ച കുറയുന്നു. വർദ്ധതേ ബധിരത, കേൾവിക്കുറവ് വർദ്ധിക്കുന്നു. വാക്യം നാദ്രിയതേ, പറയുന്നത് സ്പഷ്ടമാവുന്നില്ല. വക്ത്രം ലലായതേ, മുഖമാകെ ചെറുതാവുന്നു. ബാന്ധവ ജനിർ ഭാര്യാനെ ശുശ്രൂഷതേ, ബന്ധുക്കളൊന്നും ശുശ്രൂഷിക്കുന്നില്ല. ആ കഷ്ടം, മനുഷ്യന്റെ ജീർണവയസ്സ്. പുത്രോ അപ്യമിത്രായതേ, പുത്രന്മാർ പോലും ശത്രുക്കളായി മാറുന്നു എന്ന് എഴുതി വെച്ചതാണ്. അതുകൊണ്ട് വാർദ്ധക്യം, പ്രായമാകുമ്പോ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എനർജറ്റിക് അല്ലാതെ ഇരിക്കലാണ് മനുഷ്യന്റെ ദൗത്യം എന്ന തെറ്റിദ്ധാരണയെ തിരുത്തണം. എന്നെ മലയാളം നിർമ്മലഗിരി കോളേജിൽ മലയാളം പഠിപ്പിച്ച ഒരു ഫാദർ ഉണ്ട്, ഫാദർ ജിയോ പുളിക്കൽ. അദ്ദേഹം നിർമ്മലഗിരി കോളേജിലെ പ്രിൻസിപ്പൾ ആയിട്ടാണ് പിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഓണത്തിന് എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അദ്ദേഹം പ്രായമായ താമസിക്കുന്ന അച്ഛന്മാരുടെ ഒരു ഹോമുണ്ട്. പ്രായമായ അച്ഛന്മാർക്ക് താമസിക്കുന്ന ഒരു ഹോമുണ്ട് കണ്ണൂർ ജില്ലയിൽ, പിന്നെ ആലക്കോടിനടുത്ത്. അവിടെയാണ് താമസം. കുറേ അച്ഛന്മാരുണ്ട്. ഈ പ്രായമായ മനുഷ്യൻ
ഓണത്തിന് മാവേലി കെട്ടിയിട്ട് മറ്റേ പഴയ ചെരുപ്പും കൊടയൊക്കെ എടുത്ത് കിരീടൊക്കെ വെച്ചിട്ട് അവരുടെ ഇടവകയിലിട വീടുകളിലൊക്കെ നടക്കുക. ഈ പ്രായമായ അച്ഛൻ മാവേലി കെട്ടി അനുഗ്രഹം കൊടുക്കുക. ആലോചിച്ച് നോക്കൂ, എന്തൊരു എനർജറ്റിക്കാ മനുഷ്യൻ. അദ്ദേഹം മാവേലി മാത്രമല്ല കെട്ടുക, അദ്ദേഹം ക്രിസ്മസ് കരോളും കെട്ടും. ആ പ്രായത്തിലും അനങ്ങാതിരിക്കാൻ ആരാ പറഞ്ഞത്? തീരത്ത് വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കണം. അതാണ് പുഴയുടെ ദൗത്യം. നമ്മുടെ അരികിൽ, ജീവിതത്തിന്റെ പാതക്കരികിൽ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് പ്രകൃതിയുമുണ്ട്, ഒരുപാട് ദൈവങ്ങളുമുണ്ട്. അവരോടുള്ള പോസിറ്റീവായ പ്രതികരണമാണ് മനുഷ്യനാക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ രൂപമല്ല, നിങ്ങളുടെ ഭാവമല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. നിങ്ങൾ, ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ എന്താ? മനുഷ്യാണാം മനുഷ്യത്വമെന്ന്. എന്താ മനുഷ്യത്വം? മനുഷ്യാണാം സൗന്ദര്യത്വമല്ല, മനുഷ്യാണാം ധനത്വമല്ല, മനുഷ്യാണാം അധികാരത്വമല്ല, മനുഷ്യാണാം മനുഷ്യത്വമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ആരാന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ. അദ്ദേഹത്തിന് നല്ല മുടിയുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞതായിരുന്നു, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ A+കാരൻ. കുട്ടികൾ മനസ്സിലാക്കണം, ആദ്യത്തെ A+കാരൻ ആ മനുഷ്യൻ. അദ്ദേഹത്തെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാക്കിയത്. അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ആന്തരിക സൗന്ദര്യം. അദ്ദേഹം പ്ലസ് ആയത് എങ്ങനെയാണെന്നറിയുമോ? പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം അറിയാവോ മക്കളെ? എല്ലാ ചിഹ്നത്തിനും അർത്ഥമുണ്ട്. പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം നമ്മൾ സ്കൂളിൽ പഠിച്ച ഗ്രാഫില്ലേ, ഗ്രാഫ് വരക്കുമല്ലോ. ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെയുള്ള വരക്ക് എക്സ് അക്ഷം എന്നും ഇങ്ങനെയുള്ള വരക്ക് വൈ അക്ഷം എന്ന് പറയും. കുട്ടികളുടെ ഭാഷയിൽ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അതാണ് ഗ്രാഫ്, അതാണ് പ്ലസ്, എക്സും വൈയും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. എന്താ കരംചന്ദ്? കർമ്മം ചിന്ത ഗാന്ധി. അതാണ് ഗാന്ധി. കർമ്മം എന്ന എക്സും ചിന്ത എന്ന വൈയും. മനുഷ്യനെന്താ? കർമ്മവും ചിന്തയും വികസിപ്പിക്കുന്നവനാണ് മനുഷ്യൻ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുക, ആന്തരികവും ബാഹ്യവുമായ വികാസം ഉണ്ടാക്കി കൊടുക്കുക, എന്നാലേ പ്ലസ് ആവും. പരന്ന വായന പോരാ, ആഴത്തിലുള്ള ചിന്തകളും ഉണ്ടാകുമ്പോഴേ പ്ലസ് ഉണ്ടാവും. ചിന്തകളിലൂടെയാണ് ഈ ഭൂമിയെല്ലാം വളർന്നത്, ചിന്തകളിലൂടെയാണ്. എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞിട്ട് അടങ്ങിയിരുന്നുവെങ്കിൽ ഈ പള്ളി ഉണ്ടാവുമോ? പള്ളി ദൈവം തരുമോ? ഈ ബൾബ് തരുമോ? ഫാന് തരുമോ? ഇല്ല. നമ്മൾ ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം. അല്ലാതെ എൻ്റെ നാട്ടിൽ കോളയാട് പള്ളിയിൽ ഇടവകാംഗമായിരിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന ചുമട്ട് തൊഴിലാളി ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്ത? ഒരാൾക്കും പിടിയില്ല. അവന്റെ വീട്ടിൽ എനിക്ക് നല്ല പരിചയമുള്ള അവന്റെ ഭാര്യയും മക്കളോട് ചോദിച്ചു, എന്തോ വിഷയമുണ്ടോ? ഒന്നും അറിയില്ല. പക്ഷേ ശവടക്ക് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. അവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന് സെബാസ്റ്റ്യൻ 50,000 രൂപയുടെ ലോണ് വാങ്ങിയിരുന്നു. എന്നിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500 രൂപ. 100 ടിക്കറ്റ് എടുത്തിട്ട് എല്ലാ ദിവസവും ഈ ടിക്കറ്റുമായി പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, ഒന്നിനടുപ്പിക്കണേ. അവസാനം നറുക്ക് വന്നപ്പോ ആകെ ഒരു 500 അങ്ങാറ്റാ കിട്ടിയേ. നിരാശനായിട്ട് അന്ന് തന്നെ മരിച്ചു കളഞ്ഞു പുള്ളി. ഈ 50,000 തിരിച്ചടക്കാൻ പറ്റില്ലല്ലോ. ഇവന്റെ വിചാരം എന്താ? കർത്താവിന്റെ പണി എന്താ? ഇവന്റെ ലോട്ടറിന്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് തിരുവനന്തപുരത്ത് ലോട്ടറി നറുക്കെടുപ്പിനടുത്ത് പോയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന ആളാണോ കർത്താവ്? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരു കർത്താവിനെ നമുക്കറിയൂ. ഒരു ദൈവത്തെ അറിയാവോ? കിലുക്ക സിനിമ കണ്ടിരുന്നു. അതിലെ രേവതി ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്തില്ലേ? അല്ലേ? കണ്ടില്ലേ? കിട്ടുണ്ണിയേട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിപ്പിച്ചിട്ട്
ഇയാളെ നമ്പർ നേരത്തെ കുറിച്ച് വെച്ചിട്ടാ പറയുന്നതെന്ന് ഇയാൾ അറിയില്ല പാവം. അയാൾ സത്യാന്ന് വിചാരിച്ചിട്ട് ബോധം കെട്ട് വീണ്ടും പിന്നെയും എഴുന്നേക്കുക, പിന്നെയും ബോധം കെട്ടുക. നല്ല മലയാള സിനിമയിലെ മനോഹരമായ രംഗ. ഈ പണിയാണോ കർത്താവിന്? അല്ല ചേട്ടൻ. നമുക്കൊരു ശരീരവും ആ ശരീരത്തിന് ചില ചിന്തകളും തന്നിട്ട് പിന്നെയും പിന്നെയും അതൊന്നും ചെയ്യാതെ കർത്താവിന്റെ പുറകെ പോകുന്നവനാണോ? ഈ ശരീരം തന്നെ ഒരു അത്ഭുത വസ്തുവല്ലേ. അവിടെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയുടെ പ്രത്യേകതകൾ നോക്കും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ എന്ന് ആരോടും ചോദിക്കാതെ നമുക്ക് കണ്ടെത്താലോ? ഏറ്റവും മേലെ പിടിപ്പിച്ചിരിക്കുന്നതാ. ആ അവയവമാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ? തലയോട്ടിയാണ്. തലയോട്ടി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന അവയവമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നീ ജീവിക്കുന്ന. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാ? എല്ലില്ലാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാ. അപ്പൊ മനുഷ്യൻ ആരാ? ഇതിനോ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. മനുഷ്യൻ തലച്ചോറാ ഏറ്റവും പ്രധാനം. പിന്നീട് അവന്റെ ഈ പ്രപഞ്ചവുമായിട്ടുള്ള വാതിലുകളില്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിലേറ്റവും പ്രധാനം കണ്ണാണ്. അതുകൊണ്ടാ മേലെ കണ്ണ്. ആ കണ്ണ് പുറത്തുള്ള പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉറപ്പുള്ള കട്ടിയുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രകാശം ഉള്ളിൽ കയറില്ലല്ലോ. വളരെ സുതാര്യവും നേർത്തതുമായ കോശങ്ങൾ കൊണ്ടാണ് കണ്ണുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കണ്ണിൽ ഒരു പൊടി തട്ടിയാൽ പോലും മുറിവേൽക്കും. അതുകൊണ്ടാണ് നെറ്റിയുടെ എല്ല് ഉയർത്തി കവിളൽ ഉയർത്തി 2 കുഴിയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് തന്നില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, നമ്മുടെ കണ്ണ് ഈ എല്ലിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരുന്നെങ്കിലേ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇപ്പോ കാഴ്ച ഇല്ലാത്തവരായിരിക്കും. ഭൂരിപക്ഷ ആളും അന്ധന്മാരായിരിക്കും. കാരണം എന്ത് വന്നടിച്ചാലും ഈ എല്ലിനെ ഉള്ളിലേക്ക് കൊള്ളുന്നില്ലല്ലോ. എന്നിട്ടും പൊടി വന്ന് നേരിട്ട് കയറുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തടയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ. കൺപോള നമ്മളോട് ചോദിച്ചിട്ടാണോ പൂട്ടുന്നത്? അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയണ്ടേ. ദൈവത്തിന്റെ മഹത്വം കാണാൻ വലിയ പള്ളികളിൽ പോണ്ട. ഇവിടെ നോക്കൂ, ആ കൺപോള ഓട്ടോമാറ്റിക് ഷട്ടർ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പിടിപ്പിച്ചു തന്നാണോ? ആ കണ്ണിലേക്ക് മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ 2 കണ്ണിന്റെയും മേലെ സൺഷെയ്ഡായിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ. പുരികം പൊടി താഴോട്ട് വീഴുന്ന തടയാനാ. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ള അല്ലാന്ന് പെൺകുട്ടികളോട് പറയണം. പൊടി തടയാനാ. ആ കണ്ണിൽ അഥവാ എന്നൊക്കെ പൊടി വീണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴുകിക്കളയാനായിട്ട് പൈപ്പിൻ ചുവട്ടിലോ കിണറ്റിൻ കരയിലോ പോകണ്ട. അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു തരുന്നില്ലേ. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് സ്വിച്ച് ഇട്ടിട്ടാണോ കണ്ണീരുണ്ടാവുന്നത്? അപ്പൊ തന്നെ കണ്ണീരൊലിപ്പിച്ച് അതിനെ ഒഴുക്കിക്കളയുന്നത് ആ ബ്രഹ്മവൃത്തിയില്ലേ. ആ കണ്ണിന് താഴെ വായക്ക് മേലെ മൂക്ക് പിടിപ്പിച്ചത് എന്തിനാ? കഴിക്കുന്ന ഭക്ഷണം കെട്ടതാണോ നാറുന്നതാണോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ തന്നെ വേണ്ടേ മൂക്ക്? നമുക്കെല്ലാവർക്കും മൂക്ക് പിന്നിലായിട്ട് ആ തമ്പുരാൻ പിടിപ്പിച്ചെങ്കിൽ ആരോടോ പരാതി പറയാനാ? ഓരോ ഉരുള ചോറും വാരിയിട്ട് ഇവിടെ മണപ്പിച്ചിട്ട് തിന്നാൻ പറ്റുമോ? എന്തൊരു കഷ്ടായിരുന്നു. എന്തൊരു ഔചിത്യമാണ് ഈ ശരീരഘടന. 2 ഭാഗത്തെ ചെവി, ഈ ചെവികൾ എങ്ങനെ ഈ ചുളുങ്ങിപ്പോയത്? പപ്പടം കാച്ച പോലെ ചുളുങ്ങിപ്പോയി. എന്താ ചുളുങ്ങിപ്പോയതല്ല, ചുളുക്കി വെച്ചതാ. എന്താ? അതിന്റെ പുറകിൽ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. മൈസൂർ കൊട്ടാരം ഉണ്ടാക്കിയ എഞ്ചിനീയറിംഗ് ആണത്. മൈസൂർ കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ ഒരൊറ്റ ഫാനില്ല, പക്ഷെ എല്ലാ സമയത്തും അവിടെ കാറ്റടിക്കും. എങ്ങനെ? ആ കൊട്ടാരത്തിന്റെ ഏത് ജനലിൽ കാറ്റ് തട്ടിയാലും ആ കാറ്റ് ദർബാർ ഹാളിൽ എത്തിക്കുന്ന എഞ്ചിനീയറിംഗ് ആണത്. ആ മൈതാനത്തൊരു വായു ചലിച്ചിട്ടുണ്ടെങ്കിൽ ദർബാർ ഹാളിൽ എത്തിക്കും. അതാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ്. അതുപോലെ എവിടുന്ന് വരുന്ന ശബ്ദ തരംഗങ്ങളെയും തടഞ്ഞ് ഈ ചെവിക്കുഴിയിൽ എത്തിക്കുന്ന എഞ്ചിനീയറിംഗിനാ ഈ ചുളുക്കി വെച്ചിരിക്കുന്ന ചെവി. മനസ്സിലായോ? അത്ഭുതമല്ലേ നമ്മുടെ ശരീരം? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? ഈ എഞ്ചിനീയറിംഗിൽ കാണണം, അവിടെ കാണണം.
പൂക്കളിൽ കാണണം ദൈവത്തെ. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ പ്രേമ മുന്തിരിപ്പൂക്കൾ. ഞാൻ കേട്ട പ്രാർത്ഥനകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയാണത്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. അല്ലേ? ദൈവത്തിന്റെ മഹത്വം കാണാനായിട്ട് വലിയ മലയാറ്റൂര് പോണ്ട, വത്തിക്കാനിൽ പോണ്ട. ദൈവത്തിന്റെ മഹത്വം കാണാൻ നമ്മുടെ ഉള്ളിലേക്ക്, ചുറ്റുവട്ടമുള്ള പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കൂ. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അറിയാമോ? ഭാരതത്തിൽ ബുക്കർ പ്രൈസ് നേടിയ ഒരു നോവലിന്റെ പേരാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കൊച്ചു കാര്യങ്ങളിലെ ദൈവം. കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കാണാൻ പഠിക്കൂ. അവിടെ സൂര്യകിരണങ്ങൾ തഴുകുമ്പോൾ ആ ദൈവത്തിന്റെ മുഖം ചുവന്നു വരുന്നത് കാണാം. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. അത്തരത്തിൽ കാണണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിവാര പോരാ. മനുഷ്യൻ ബുദ്ധിവാനാണ്, പക്ഷെ ബുദ്ധി പോരാ. ബുദ്ധി വളരുന്നതിന് ആനുപാതികമായി മനസ്സ് വളരണം. മനസ്സ് വളരണം. എന്താ ഈ മനസ്സും ബുദ്ധിയും ഒന്നല്ലേ? അല്ല. മനസ്സിന്റെ കോടതിയിലാണ് ദൈവത്തിന് സ്ഥാനമുള്ളത്. യുക്തിയുടെ, ബുദ്ധിയുടെ കോടതിയിൽ ദൈവത്തിന് സ്ഥാനമില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം നിങ്ങളെ പേടിച്ചിട്ട് പള്ളിയിൽ വരുന്നുണ്ടാകും, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടാകും. പക്ഷെ അവരൊന്നും തന്നെ അഭിനയിക്കുകയാണ്. അമ്പലത്തിലും പള്ളിയിലും വന്നിട്ട് അഭിനയിക്കുകയാണ്. അവർക്കൊന്നും ദൈവത്തിന്റെ മഹത്വം മനസ്സുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ കാരണം അവർക്ക് മനസ്സ് വളർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. അവരുടെ ശരീരം വളർത്തുന്ന തിരക്കിലായിരുന്നു നമ്മൾ. മനസ്സ് വളർന്നോ? അവർക്ക് ബുദ്ധി വളർത്തിയിട്ടുണ്ട്. നല്ല മാർക്കാണ്. എന്തൊരു മാർക്കാ കുട്ടികൾക്ക്! ഫുൾ A+. നമ്മൾ SLC എഴുതുന്ന കാലത്ത് 600-ന് 360 മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ്സാ. ഇന്നത്തെ കുട്ടികൾക്ക് ആ മാർക്ക് കാണിച്ചു കൊടുത്താൽ അവര് പുച്ഛിക്കും നമ്മളെ. കാരണം A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B ആണ് അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. എന്താ ബുദ്ധി കുട്ടികൾക്ക്! ഭയങ്കര ബുദ്ധിയാണ്. എന്നിട്ടും എന്താണ് നമ്മൾ നാട്ടുകാരൊക്കെ പുതിയ തലമുറയെ പറ്റി പരാതി പറയുന്നേ? ഇങ്ങനെ പഠിക്കുന്നില്ലേ അവര്? എല്ലാരും ജോലിക്ക് പോകുന്നില്ലേ? നല്ല ജോലി, എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കുന്നില്ലേ? നമ്മളൊക്കെ ബാല്യത്തിൽ ഒരു പണിയെടുക്കാതെ വീട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു? ഇപ്പൊ ഉണ്ടോ? എന്നിട്ടും തന്ത വൈബ്. കുട്ടികളെ കുറ്റം പറയില്ലല്ലേ? തന്ത വൈബ് എന്നതിന് പറയാ. നമ്മുടെ കുമാരനൊരു ചൊല്ലുകുറിയില്ല, നന്മ വരുവാൻ ഒരു മനസ്സും അവനില്ല. എല്ലായിടത്തും 4 പ്രായമുള്ള ആൾ ഒത്തുകൂടിയാൽ ഇന്നത്തെ ചെറുപ്പക്കാരോട് ആര് പറയുന്നു? എല്ലാം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുറ്റപ്പെടുത്തുക. എന്താ അവര് ചെയ്ത തെറ്റ്? അവര് ചെയ്ത തെറ്റ് നമ്മുടെ തെറ്റാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. എന്താണ് നമ്മൾ പറ്റിയ അബദ്ധം? നമ്മൾ അവർക്ക് മനസ്സ് കൊടുത്തില്ല, ശരീരത്തെ കൊടുത്തു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെയൊക്കെ ബാല്യത്തിൽ, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ ബാല്യത്തിൽ അവരുടെ സങ്കടങ്ങളെല്ലാം, എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലല്ലോ, ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കഴിയണം, അവരെ ഒന്ന് ചോരാത്തൊരു മേൽക്കൂരയിൽ കിടത്തി ഉറക്കണമെന്ന സ്വപ്നമായിരുന്നു അവർ. തുലാഭാരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പഴയ. ആ സിനിമയിൽ നസീറാണ് നായകൻ, ശാരദ നായികയാണ്. നസീറിനൊരു മകനുണ്ടായി. ആ മകന് ഒരു കുപ്പായം വാങ്ങി കൊടുക്കണ്ടേ ഓണത്തിന്? ഓണം വരിക, ഒരു പായസം വെക്കണം. പക്ഷെ കയ്യിൽ ഒരു കാശുമില്ല. അയാൾ ജോലി ചെയ്യുന്ന കയർ ഫാക്ടറിയിൽ ബോണസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അയാൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഫാക്ടറി പൂട്ടി മുതലാളി പോയിരിക്കുന്നു, ബോണസും ഇല്ല, ഇനി പണിയുമില്ല, ആ മാസത്തെ കൂലിയുമില്ല. ഓണം പട്ടിണിയാണ്. നിരാശനായി കണ്ണിൽ നിന്ന് വെള്ളവും ഒഴുക്കിക്കൊണ്ട് ഇദ്ദേഹം വീട്ടിലേക്ക് വരിക. ഒരു മോനൊരു കുപ്പായം വാങ്ങാൻ കഴിവില്ലല്ലോ.
അപ്പോഴാണ് ഭാര്യ കുട്ടിയെ തൊട്ടിലിട്ട് പാടിയ താരാട്ടുപാട്ട്. ഓർമ്മയുണ്ടോ? ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പൊ ഭർത്താവിന്റെ പാട്ട് മറുപടി ഓർമ്മയുണ്ടോ? ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പൊ ഭർത്താവിന്റെ മറുപടി ഓർമ്മയുണ്ടോ? കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. എന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അടുത്ത തലമുറയെങ്കിലും ഉണ്ടാവട്ടെ. തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ആ അമ്മ പറഞ്ഞു, മോനെ ഒന്നുറങ്ങൂ, ഒന്നുറങ്ങൂ, പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂ. ആ പൊന്നുഷസ് കണി കണ്ടുണരാൻ വേണ്ടിയിട്ട് ഈ കോട്ടയത്തുനിന്നും ഈ ചെങ്ങന്നൂരിൽ ഇവിടുന്നെല്ലാം പഴയ നമ്മുടെ അപ്പനപ്പൂപ്പന്മാര്, നിങ്ങളുടെ പിതാമഹന്മാര് കിട്ടിയ ചട്ടിയും കലവും ഡ്രസ്സും ഇട്ടിട്ട് ആയിക്കു രാമായണം പുറപ്പെട്ട് തലശ്ശേരിയിലും കണ്ണൂരും ഇറങ്ങിയിട്ട് എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് ആ വയനാടൻ മലയോരങ്ങളിൽ വന്നിട്ട് ആ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് മണ്ണിനോടും മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലടിച്ചിട്ട് അവിടെ കുടില് കെട്ടിയിട്ട് അവിടെ കപ്പ കൃഷി ചെയ്തു. കിഴങ്ങ് കൃഷി ചെയ്തിട്ട് പട്ടിണി മാറ്റി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെ അറിയപ്പെട്ടു കപ്പച്ചേട്ടൻ, കപ്പച്ചേട്ടന്മാരെന്ന് അറിയപ്പെടുക. കപ്പച്ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ അപമാനമല്ല, പട്ടിണി അകറ്റിയ ചേട്ടന്മാരെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ശരീരത്തിന് ഭക്ഷണവും അതിന് പൊതിയാൻ ഒരു വസ്ത്രവും അതിന് കിടക്കാൻ ഒരു വീടും ഉണ്ടാക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. അതിനിടയിൽ സംസ്കാരത്തെ പറ്റിയോ ആർദ്രതയെ പറ്റിയോ അനുഭൂതിയെക്കുറിച്ചോ നിർവൃതിയെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഒന്നും പറയാൻ അവർക്ക് നേരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് നല്ല ഭക്ഷണമായി, നല്ല വസ്ത്രമായി, നല്ല പാർപ്പിടായി. എന്നിട്ടും നമ്മൾ എന്താ പറയുന്നേ? ഹിന്ദു സമുദായത്തിൽ 28ാമത്തെ ദിവസം ഒരു കുട്ടിക്ക് പേര് വിളിക്കുമോ? പേര് വിളിക്കുമ്പോൾ അരയിൽ ഒരു നൂല് കെട്ടും. എന്തിനാ നൂല് കെട്ടുന്നതെന്ന് ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടും ചോദിച്ചിട്ട് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു വയോജന സംഗമത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ റിട്ടയറായ ഒരു സാവിത്രി ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞിട്ടില്ലേ, എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, പറയൂ ടീച്ചറെ. ടീച്ചർ പറഞ്ഞു, കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാ? അമ്മ മാത്ര. പ്രസവിക്കുന്ന ആരാ? അമ്മ മാത്ര. മുലയൂട്ടുന്ന ആരാ? അമ്മ മാത്ര. കുളിപ്പിക്കുന്ന ആരാ? അമ്മ മാത്ര. എല്ലാം ചെയ്യുന്നത് അമ്മയാണ്. പക്ഷെ കുഞ്ഞ് അമ്മയുടെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പരാതി വേണ്ടാന്ന് കരുതിയിട്ട് 28ാമത്തെ ദിവസം കുട്ടിയെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മയ്ക്ക്. അതിനാണ് ഈ നൂല് കെട്ടുന്നത്. ആണോ? അല്ല. നൂല് കെട്ടുന്നതിന്റെ പിറകിൽ ഒരു വലിയ തത്വശാസ്ത്രമുണ്ട്. നൂലിന്റെ പ്രത്യേകത പിരിച്ചു പിരിച്ച് നീട്ടാവുന്നത് അറ്റമില്ലാത്തതാണ്. അതൊരു രേഖയാണ്, രേഖാഖണ്ഡമല്ല. അത് നീട്ടി നീട്ടി കൊണ്ടുപോവാം. എൻ്റെ അച്ഛനും അമ്മയും പിരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പിരിക്കുന്നത്, ഞാൻ പിരിച്ചതിന്റെ ബാക്കിയാണ് എൻ്റെ മക്കൾ പിരിക്കുന്നത്. ഈ പിരിച്ചു പിരിച്ചുണ്ടാക്കിയ സംസ്കാരത്തിന്റെ പ്രതീകമാണ് നൂല്. ആ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ച് കെട്ടുമ്പോ ആ ശരീരത്തോട് പറയാ, നീ മൃഗങ്ങളെ പോലെ ഇനി കണ്ടെടുത്ത് പോയി തിന്നരുത്, കണ്ടെടുത്ത് പോയി ഉറങ്ങരുത്, കണ്ടെടുത്ത് പോയി വിസർജിക്കരുത്, കണ്ടെടുത്ത് പോയി ഇണ ചേരരുത്. മനസ്സിലായോ? മൃഗങ്ങൾക്ക് ഈ നിയന്ത്രണം ഇല്ലല്ലോ. ഒരു പട്ടിക്ക് കാമവികാരം ഉണർന്നാൽ സേവ് ദി ഡേറ്റ്, കൽദി, മഹന്തി, താലി, മാല, പന്തല്, മനസമ്മതോ ഒന്നും ഉണ്ടല്ലോ. അത് റോഡുമ്പോൾ തന്നെ അതിന്റെ കാര്യം നടത്തും. എന്നാ പറ്റില്ല. നിന്റെ ശരീരത്തിന്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുകയും അന്ന് മുതൽ അവന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ഹാർഡ്വെയർ കൺട്രോൾ ചെയ്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സിന്റെ ഭാവനകളെ ഉണർത്തുന്ന പ്രക്രിയ നടത്തുന്നവനെയാണ് അപ്പനെന്നും അമ്മയെന്നും അപ്പൂപ്പനെന്നും അമ്മൂമ്മയെന്നും പറയുക. മനസ്സിലായോ?
കുട്ടികൾക്ക് മനസ്സിന്റെ ഭാവന തുറന്നു കൊടുത്തു. പിടിച്ചു കെട്ടുന്നവർക്ക് കനാല് കീറാൻ ബാധ്യതയുണ്ട്. ഒരു പുഴ ഒഴുകി വരുമ്പോ അതിന് അണകെട്ടി വെച്ചിരിക്കുന്നവർക്ക് ആ വെള്ളത്തെ കനാലിലൂടെ തുറന്നു കൊടുക്കാൻ ബാധ്യതയുണ്ട്. അല്ലാതെ അവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കനാലിലൂടെ തുറന്നു വിടാതെ ഒന്നിച്ചിങ് വന്നപ്പോ തൽക്കാലം അങ്ങ് തുറക്കെന്ന് പറഞ്ഞ് മൊത്തം അങ്ങ് തുറന്നു. ഈ പള്ളി വെള്ളത്തിലായിരുന്നോ? ആയിരുന്നില്ലേ? കെട്ടിപ്പൂട്ടി വെക്കുന്നവർ കനാലിലേക്ക് ആ വെള്ളത്തെ തുറന്നു വിടാനുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അതൊരു കാലം ഈ സമൂഹത്തെ പൊട്ടിച്ച് തകർക്കും. അതാ ഇന്ന് ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്നില്ലേ? അവരെ കൺട്രോൾ ചെയ്തല്ലോ നിങ്ങൾ. അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. അവരാണെങ്കിൽ അവരുടെ ശരീരത്തിൽ എനർജി ഏതാ? നമ്മളെ ബാല്യത്തിലുള്ള ചക്കക്കുരും വെള്ളരിക്കുവാണോ കറി? വൈകുന്നേരങ്ങളിൽ മരണാനന്തര ബഹുനാമധാരിയെ തേടിയിട്ടല്ലേ കുട്ടികൾ പോകുന്നത്? അറിയാവോ? മരണാനന്തര ബഹുനാമധാരി അറിയാവോ? നമുക്കെല്ലാം പല പേരുണ്ടല്ലോ, പക്ഷെ മരിച്ചാൽ ഒരു പേരല്ലേ ഉള്ളൂ, ശവം അല്ലേ? എന്നാ കോഴിക്ക് മരിക്കുന്ന പേര് കോഴി എന്നല്ലേ പേരുള്ളൂ, മരിച്ച 28 പേരുണ്ട്. അതാ മരണാനന്തര ബഹുനാമധാരി. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ ചില്ലി, 28 മോഡൽ കോഴിയുണ്ട്. ഇതിന്റെ മുഴുവൻ എണ്ണയും പൊരിച്ചോ കരിച്ചോ മുഴുവൻ ഇവന്റെ ശരീരത്തിൽ കയറിയാൽ ഇതവന്റെ ഹോർമോണായിട്ടും എനർജിയായിട്ടും മാറുകയല്ലേ, പ്രോട്ടീനായിട്ട് മാറുകയല്ലേ? അതിനെ പിടിച്ചു കെട്ടുമ്പോ അതിന് ഒഴുകാൻ വഴി കൊടുക്കണ്ടേ? അതിന് ഒഴുകാൻ വഴി കിട്ടാത്ത കൊണ്ടാണ് DJ പാർട്ടിക്ക് കുട്ടികൾ തുള്ളുന്നത്. മനസ്സിലായോ? ഇപ്പൊ അടുത്ത കാലത്ത് DJ വമ്പിച്ച തുള്ളൽ. കാരണം പണ്ടത്തെ മട്ടിൽ പരിചമുട്ട് കളിയുണ്ടോ, കോൽക്കളിയുണ്ടോ? ആദിനാദം തമ്പൂരാന്റെ മെയ്യോളിവ് താനെ, മെയ്യോളിവ് കൊണ്ടു ചില ലോകമാമെയ്തോനെ, കയ്യിൽ വാളും പരിചയുമേന്തിക്കൊണ്ട് കുയിൽ മിമറിയും പോലെ വീണ് താണ് ഏറ്റം കൊണ്ട് ചിലർ വന്ന് നേരിടുമ്പോൾ മാറ്റം മാറി നിങ്ങളാരും മാറരുതേ. ആ കളിയുണ്ട് ഈ നാട്ടില്. പരിചമുട്ട് കളി എന്നതിന് പറയാം. മാർഗം കളിയുണ്ട്, പരിചമുട്ട് കളിയുണ്ട്, കോൽക്കളിയുണ്ട്, തിരുവാതിര കളിയുണ്ട്. ഈ കളി ഒന്നുമില്ല. പിന്നെ ഇവൻ തളാങ്ക് തക്ക ധില്ലം ധില്ലം എന്ന് പറഞ്ഞ് തുള്ളു. തളാങ്ക് തക്ക എന്ന് പറഞ്ഞാൽ ആരെയും തക്കാന്നാ. തക്ക എന്ന് പറഞ്ഞാൽ അടിക്കാന്നാ. നമ്മളെ മലബാർ ഭാഷയിൽ തക്കു എന്ന് പറഞ്ഞാല് തല്ലും എന്നതിന് നമ്മൾ തക്കു എന്ന് പറയാ. തല്ലും എന്ന് പറയില്ലേ, അതാ തളാങ്ക് തക്ക, ആരെയും തക്കാന്നാ. അവന്റെ എനർജി പുറത്തു കളയണ്ടെന്ന്. ആ എനർജി പുറത്തു കളയാൻ അവനൊരു കവിത ചൊല്ലിക്കൊടുക്കാറുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ഈസ്റ്ററിനോ ക്രിസ്മസിനോ ടൗണിൽ പോയിട്ട് സാധനം വാങ്ങാൻ പോയില്ലേ? ഒരു 5,000-10,000 രൂപേന്റെ വിഭവങ്ങൾ വാങ്ങി വരുമ്പോ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കൂട്ടത്തിൽ ഒരു 200 പുസ്തകം വാങ്ങിയവരുണ്ടായിരിക്കും. 200 രൂപയുടെ പുസ്തകങ്ങൾ. 10,000 രൂപേന്റെ തിന്നാനുള്ള സാധനം വാങ്ങുമ്പോ 200 രൂപേന്റെ പുസ്തകം വാങ്ങുമോ? നിങ്ങൾ തിന്നാൻ വാങ്ങിയ സാധനം ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം ഫ്ലഷ് അമർത്തിയപ്പോ പാതാളത്ത് പോയില്ലേ? അവിടെ നിൽക്കുവോ? എന്നാ പുസ്തകം അവിടെ കിടക്കൂലേ? എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് മോൺസിഞ്ഞോർ മോണ്ടനെല്ലി എന്നൊരു കഥാപാത്രമാണ്. അറിയുമോ? ആർക്കൊന്നും അറിയാവോ? മോൺസിഞ്ഞോർ മോണ്ടനെല്ലി അറിയാവോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഒരു പുസ്തകത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് മോൺസിഞ്ഞോർ മോണ്ടനെല്ലി. എന്റെ ജീവിതത്തെ സ്വാധീനിച്ച ആ മോൺസിഞ്ഞോർ മോണ്ടനെല്ലിയും രണ്ടാമത്തെ ജീൻവാൽജീന്റെ കൂടെയുള്ള ബിഷപ്പുമാണ്. പുസ്തകമാണ്. ആ പത്രവാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആ ഗ്രാമത്തിൽ, ആ നഗരത്തിലെല്ലാം പടർന്നു. എന്താണ്? ഭീകര കുറ്റവാളിയായിരിക്കുന്ന ജീൻവാൽജീനെ പുറത്തിറക്കിയിരിക്കുന്നു. ബിഷപ്പിന്റെ അരമനയിൽ നിന്ന് പരിചാരികമാർ പറഞ്ഞു, വേഗം തിരുമേനി, വേഗം ഭക്ഷണം കഴിക്കണം, വാതിലുകളെല്ലാം പെട്ടെന്ന് അടച്ചുപൂട്ടണം, കാരണം അവൻ വന്നിട്ട് ഞങ്ങളെ കൊന്നിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് വേഗം പൂട്ടണം. അത് കേട്ടിട്ട് ബിഷപ്പിന് യാതൊരു അഭാവ വ്യത്യാസമില്ല. രാത്രിയിൽ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലിനൊരു മുട്ട്, ടക് ടക്. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ.
കടന്നു വരാം. ചേട്ടാ, ആരാരറിയാതെ ആരാന്നറിയാതെ ഈ അകത്തേക്ക് ക്ഷണിക്കുന്നു ഈ ബിഷപ്പ്. എന്തൊരു മനുഷ്യനാ! പരിചാരകന്മാര് പരസ്പരം കുറ്റപ്പെടുത്തി. കയറി വന്നത് പരുക്കൻ കാക്കി വസ്ത്രവും ധരിച്ച് ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ക്രൂരമായ മുഖത്തോടുകൂടി ഒരുത്തനായിരുന്നു വന്നത്. ഞെട്ടിപ്പോയി ജീൻവാൽ. ബിഷപ്പ് പറഞ്ഞു, മകനെ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ, വരൂ, ഇരിക്കൂ. അവനവിടെ ഇരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വിഭവങ്ങൾ അവൻ കാണുന്നത്. അവനെ കൈകൊണ്ട് ആർത്തിയോടെ വാരി വാരി കഴിച്ചു. അവിടെ വെച്ചിരിക്കുന്ന വെള്ളി മെഴുകുതിരിക്കാലുകളും വെള്ളി പിഞ്ഞാണങ്ങളും അവന്റെ കണ്ണുകളെ വല്ലാതെ ആകർഷിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോ ബിഷപ്പ് പറഞ്ഞു, എന്റെ അതിഥിക്ക് കിടക്കാനുള്ള മുറി ഒരുക്കൂ. പരിചാരകന്മാർ ആകെ ഞെട്ടിപ്പോയി. ഈ മനുഷ്യനെ ഇവിടെ കിടത്തി ഓർക്കാനോ? അനുസരിക്കൂ, മുറിയൊരുക്കൂ. മുറിയൊരുക്കി. കിടന്നപ്പോഴാണ് ആ മനുഷ്യൻ, തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇത്ര നല്ല ഭക്ഷണം. പെട്ടെന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം ഞെട്ടി. ആ തീന്മേശയിലിരിക്കുന്ന വെള്ളി മെഴുകുതിരി കാലുകളും പിഞ്ഞാണങ്ങളും അവന്റെ കണ്ണുകളെ വല്ലാതെ ആകർഷിച്ചു. അവൻ മെല്ലെ എഴുന്നേറ്റു. അവയെല്ലാം വാരിയെടുത്ത് തന്റെ ഭാണ്ഡത്തിലാക്കി രക്ഷപ്പെട്ടു. രാവിലെ ബഹളം. അതിഥിയെ സ്വീകരിച്ചിരുത്തിയിട്ട് സകലവും കൊണ്ടുപോയി. വെള്ളിക്കരണ്ടികളും വെള്ളി മെഴുകുതിരിക്കാലുകളും എല്ലാം കൊണ്ടുപോയി. ബിഷപ്പിന് യാതൊരു ഭാവഭേദവുമില്ല. നഗരത്തിലാകമാനം വാർത്ത വരുന്നു, ബിഷപ്പിന്റെ വീട് ജീൻവാൽ ജീൻ കൊള്ളയടിച്ചിരിക്കുന്നു. വലിയ വിഷയമായി. കുറെ നേരം കഴിഞ്ഞപ്പോഴാ പോലീസുകാർ ഈ ജീൻവാൽ ജീനെ പിടിച്ച് വലിച്ചിഴച്ച് ബിഷപ്പിന്റെ അരമനയിലേക്ക് കൊണ്ടുവരും. തല്ലി പദം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ബിഷപ്പ് പോലീസുകാരോട് പറഞ്ഞു, നിങ്ങളോട് ആരാ ഇവനെ പിടിക്കാൻ പറഞ്ഞു? നിങ്ങളുടെ അരമനയുടെ മുദ്ര പതിപ്പിച്ച വെള്ളി അരഞ്ഞാണ് ഇവൻ കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ നോക്കുക, വെള്ളി പാത്രങ്ങൾ വിൽക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചത്. നിങ്ങളോട് പിടിക്കാൻ ഞാൻ പരാതി വന്നോ? അതെല്ലാം ഞാൻ അവന് കൊടുത്തുവല്ലേ. അവന് ഇഷ്ടമുള്ള ചെയ്തോട്ടെ, നിങ്ങൾ വേണ്ടാത്ത പണിയെടുക്കണ്ട. പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവാതെ പിറുപിറുത്തുകൊണ്ട് പോയി. മോനെ, ആരെയും വേദനിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചയച്ചു. ജീൻവാൽ ജീന് പിന്നെയും മനസ്സിലാവുന്നില്ല. എന്താ, ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് അവൻ കാണുന്നതും കേൾക്കുന്നതും. അയാൾ കുറെ നടന്നു. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അയാൾ ഇരുട്ട് മുറിയിൽ, ഒരു ഇരുണ്ട ഇടവഴിയിൽ കുന്തിച്ചിരുന്നു, ഒന്നും തിരിയാതെ. അപ്പോഴാണ് ഒരു പയ്യൻ എന്തോ സാധനം വാങ്ങാൻ അമ്മ കൊടുത്ത നാണയവുമായിട്ട്, വെള്ളി നാണയങ്ങൾ ആകാശത്തിങ്ങനെ നിന്നിട്ടിങ്ങനെ പിടിച്ച് അമ്മാനമാടിക്കൊണ്ട് വരിക. അതിൽ നിന്ന് ഒരു വെള്ളി നാണയം ഉരുണ്ടുരുണ്ടുരുണ്ട് ഈ ഇരിക്കുന്ന ജീൻവാൽ ജീന്റെ അടുത്തേക്ക് വന്നു. അയാൾ തന്റെ കനത്ത ബൂട്ടിട്ട കാല അതിന്റെ മേലെടുത്ത് വെച്ചു. അപ്പൊ ഇയാൾ ഓടി വന്നിട്ട് എന്റെ നാണയം എന്ന് പറഞ്ഞ് ഇയാളെ കാല് പിടിച്ചു പൊക്കാൻ നോക്കിയിട്ട് ഇയാൾ പൊക്കുന്നില്ല. കുറെ കളിച്ചപ്പോ ഇവയാളുടെ കയ്യിലുള്ള മുട്ടം വടിയെടുത്ത് കൊല്ലും ഞാനെന്ന് പേടിപ്പിച്ചു. അപ്പൊ ഇയാൾ കരഞ്ഞുകൊണ്ട് എന്റെ നാണയം എന്റെ നാണയം എന്റെ നാണയം എന്ന് പറഞ്ഞിട്ട് അവനോടി. പെറ്റിറ്റ് ഗർവേസ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. പെറ്റിറ്റ് ഗർവേസ്. കുറെ കഴിഞ്ഞിട്ട് ഇയാൾ തന്റെ ബൂട്ടെടുത്ത് മാറ്റിയപ്പോ ആ നാണയത്തിന്റെ മുഖത്തിൽ ബിഷപ്പിന്റെ മുഖം. ആരെയും വേദനിപ്പിക്കരുത് മോനെ എന്ന് പറയുന്നു. ആ നാണയം തന്റെ കണ്ണുകളിൽ കുത്തുന്നു. ഉടൻ തന്നെ തന്റെ നാണയം കയ്യിലെടുത്തിട്ട് ആ പയ്യന്റെ പേര് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തെരുവിലൂടെ ഭ്രാന്തനെ പോലെ ഓടി. പെറ്റിറ്റ് ഗർവേസ്, പെറ്റിറ്റ് ഗർവേസ് എന്ന് പറഞ്ഞ് ഓടി. അവസാനം പിറ്റേന്ന് രാവിലത്തെ കുതിരസവാരി പോയ പട്ടാളക്കാർ കണ്ടൊരു കാഴ്ച ആ നഗരത്തെ കൊൾമയിൽ കൊള്ളിച്ചു. ബിഷപ്പിന്റെ അരമനയുടെ മുന്നിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ജീൻവാൽ ജീനിയായിരുന്നു അവർ കണ്ടിരുന്നത്. പിന്നെ ജീൻവാൽ ജീനി ആരും കണ്ടില്ല. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിന്റെ 1-ാം ഭാഗം ഇവിടെ തീരുകയാണ്. 1-ാം ഭാഗമേ തീർന്നിട്ടുള്ളൂ, 2-ാം ഭാഗമുണ്ട്. ബാക്കി നിങ്ങൾ വായിക്കാറുണ്ടോ? എന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു ബിഷപ്പാണത്. കാട്ടുകടന്നൽ എന്ന എദിലിലിയൻ വോയിനിച്ചിന്റെ ഗാഡ് ഫ്ലൈ എന്നൊരു നോവലുണ്ട്, ഇറ്റാലിയൻ നോവല്.
ആ നോവലിലെ മോൺസിഞ്ഞോർ മോണ്ടനെല്ലിയും റിവാറസ് എന്ന കഥാപാത്രവുമാണ് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരാള്. ഇത്രയും ആയിരക്കണക്കിന് പുസ്തകമുണ്ടാകുമ്പോൾ ആ പുസ്തകങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതെ ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക, ഈ പരിപാടി മാത്രം നടത്തുന്ന വീടുകളായിട്ട് മനുഷ്യനായിട്ട് ജനിക്കണോ? മനുഷ്യരല്ലേ നമ്മള്? അവിടെ നമുക്ക് നമ്മുടെ മക്കളുടെ മനസ്സ് വളർത്തണ്ടേ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെങ്കിലും മനസ്സ് വളർത്തണ്ടേ? എന്തു ചെയ്യും? മനസ്സ് വളർത്താൻ എന്തു ചെയ്യും? സ്കൂളിൽ അയച്ചാൽ ബുദ്ധി വളരും. മനസ്സ് വളർത്താനുള്ള ട്യൂഷൻ സെന്റർ എവിടെ? ഇതിനടുത്തൊരു കോച്ചിങ് സെന്റർ ഉണ്ടല്ലോ, പാല ബ്രില്യൻസ് അല്ലേ? അവിടെ 3 മാസം മുമ്പ് 700 അധ്യാപകരെ വലിയൊരു ഹാളിൽ വിളിച്ചു ചേർത്തിട്ട് കുട്ടികളുടെ മനസ്സ് വളർത്താതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഞാനൊരു ക്ലാസ് കൊടുത്തു. അവർക്ക്, അധ്യാപകർക്ക്, മുഴുവൻ അധ്യാപകരും എല്ലാവരും ഇരുത്തി. അതിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ ഫുൾ A+ വാങ്ങുന്നു, എന്നിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുന്നു, എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു. പേര് വന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നു. എന്നിട്ട് പ്ലേസ്മെന്റ് കിട്ടും. പ്ലേസ്മെന്റ് കിട്ടിയിട്ടോ ജോലി കിട്ടും. ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങും. പിന്നെന്താ വേണ്ട? ശമ്പളം വാങ്ങിയിട്ട് അടുത്ത അടുത്ത കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കും. കൊട്ടാരം പോലത്തെ വീടെടുത്തിട്ടും ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടും. എന്നിട്ടോ റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിപ്പിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്തിന്റെ പരിപാടി പറഞ്ഞു, റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ച എല്ലാവർക്കും ഭിന്നശേഷിക്കാരുടെ പെൻഷൻ കൊടുക്കണം. കാരണം ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഈ ഗേറ്റ് തുറന്നു കൊടുക്കാൻ, ആ വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങി ആ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാൻ കാലില്ല, 2 കാലും ഇല്ല. ആ വീട്ടിൽ ആർക്കും കാലില്ലല്ലോ. അപ്പൊ വികലാംഗ പെൻഷൻ കൊടുക്കണ്ടേ? എന്നിട്ട് അവിടെ കുറെ ചെടി വാങ്ങി പിടിപ്പിക്കും. എന്താ ചെടി? എല്ലാ വീട്ടിലും നല്ല ചെടിയാണ്. ആര് കാണാൻ? നാട്ടുകാരെ കാണാൻ അനുവദിക്കൂല. മതിൽ കെട്ടി മറച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ തുറക്കൂല. ഒരു വീടിന്റെ വാതിൽ തുറക്കൂല. എല്ലാ വീടിന്റെ വാതിൽ അടച്ചു വെച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ഈ ചെടി, ഈ പൂക്കൾ എന്തിന്? ആര് കാണാൻ? എന്നിട്ട് മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോയി. എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും. എന്തിന്? ഈ പട്ടിയെ വിസർജിക്കാൻ. അത് പഞ്ചായത്ത് റോഡിൽ വിസർജിക്കണം. അതിനുവേണ്ടി മാത്രം ഗേറ്റ് തുറന്നു പോകുന്ന കഴുതകളാവാനാണോ ഈ ഫുൾ A+? പട്ടിയെ വിസർജിക്കാൻ കൊണ്ടുപോകുമ്പോ ഒരാൾ വഴി കണ്ടിട്ട് ചോദിച്ചു, ഈ കഴുതേനെ കൊണ്ട് എങ്ങോട്ടാന്ന്? ദേഷ്യം ദേഷ്യം വന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് കഴുതിയല്ലടാ, ഇത് പട്ടിയാ, എനിക്ക് കണ്ണില്ലേ. അപ്പൊ പറഞ്ഞു, അത് പട്ടിയാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പട്ടിയോടാ ചോദിച്ചത്, ഈ കഴുതേനെ കൊണ്ട് എങ്ങോട്ടാന്ന്. മനസ്സിലായോ? പഞ്ചായത്ത് ഓഫീസിൽ ഒരു പട്ടി ചത്തിട്ട് പള്ളിയിൽ അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചു. ഇവിടെ റോഡിൽ ഒരു പട്ടി ചത്തിട്ടുണ്ട്, അതിനെ സംസ്കരിക്കേണ്ട പരിപാടികൾ ചെയ്യണമല്ലോ എന്ന്. അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, പിതാവേ, ശവസംസ്കാര ചടങ്ങുകൾ സാധാരണ പാതിരിമാർ, അച്ഛന്മാര്, പുരോഹിതന്മാരല്ലേ ചെയ്യുക, അതിന് ഞങ്ങളെ വിളിക്കണോന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം, പക്ഷേ അടുത്ത ബന്ധുക്കളെ അറിയിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ്. അടുത്ത ബന്ധുക്കളെ അറിയിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളുടെ അറിവിനെ ഇത്തരത്തിൽ ഈ പട്ടിയെ മാത്രം പോറ്റുന്നവരായി മാറ്റാനാണോ ലക്ഷ്യം വെക്കുന്നത്? നോ. അവർക്ക് മനുഷ്യന്റെ ജീവിതം ആനന്ദമാണ്. എന്താനന്ദം? 2 തരം ആനന്ദമുണ്ട്. സച്ചിദാനന്ദമുണ്ട്, ദുശ്ചിതാനന്ദമുണ്ട്. കേട്ടോ, എന്താ സച്ചിദാനന്ദം? സത്തായിരിക്കുന്നതിനോട് ചിത്തം ചേരുമ്പോഴുള്ള ആനന്ദമാണ് സച്ചിദാനന്ദം. നന്മയോട്, സത്യത്തോട് മനസ്സ് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് ദുശ്ചിതാനന്ദ, നല്ല ഭക്ഷണം കഴിച്ച ആനന്ദായി. അതാണ് രാത്രിയിൽ ഇങ്ങനെ പോകുന്നത്, വായനശാല പോവില്ല. അവർക്ക് അജിനോമോട്ടോ, മസാല കൂട്ടോ ഉള്ള ഭക്ഷണം വേണം, അപ്പോഴേ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടൂ. ഡോപ്പമിനാണ് ആനന്ദം ഉണ്ടാക്കുന്നത്, ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. പക്ഷെ പുതിയ മസാലക്കൂട്ടൊന്നും അവർക്ക് മതിയാവില്ല. പുതിയ പുതിയ മസാലക്കൂട്ടുകൾ തേടി പുതിയ പുതിയ ഹോട്ടലുകളിലേക്ക് ഓടും. അവസാനം എളുപ്പവഴിയിൽ ക്രിയ ചെയ്യും. ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു കണക്കായിരുന്നു ചോദ്യം, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉത്തരം വഴിക്രമത്തിൽ കണ്ടെത്തുന്നതിന് പകരം
ഷോർട്ട് കട്ടിൽ ഉത്തരം കണ്ടെത്തുന്നതാണ് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ആ പരീക്ഷയ്ക്ക് എൻ്റെ അടുത്തിരിക്കുന്ന പയ്യൻ കോപ്പി അടിച്ചു. മാഷ് പിടിച്ചപ്പോൾ മാഷോട് പറഞ്ഞു, ഇതാ ഏറ്റവും എളുപ്പ വഴി, കോപ്പി അടിക്കല്. അതുപോലെ എളുപ്പ വഴിയിൽ ആനന്ദം കിട്ടാൻ എന്താ മാർഗം? പദാർത്ഥത്തിൽ ആനന്ദം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ അവന് പരിശീലനമുള്ളൂ. കവിത ചൊല്ലിയോ, കഥ പറഞ്ഞോ? ഇല്ല. ബിരിയാണി വാങ്ങി, ബിരിയാണി മുഴുങ്ങി, ബിരിയാണി പാർസൽ വാങ്ങി. എന്നാ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണി കാസർകോട്ടെ ഏച്ചിക്കാനത്തെ സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണിയാ. ആ ബിരിയാണി കണ്ടവരെത്രയുണ്ട് ഇവിടെ? കൈവെക്കൂ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈവെക്കൂ. ഇതാ പ്രശ്നം നമ്മുടെ. ഇതാ പ്രശ്നം. പള്ളികളുടെയും അമ്പലങ്ങളുടെയും ഉത്സവങ്ങളുടെയും എണ്ണം കൂടിയോണ്ട് കാര്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ വായിച്ച കഥയുടെ പേരാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ. നിർബന്ധമായിട്ടും നിങ്ങളും വായിക്കണം, നിങ്ങളുടെ മക്കളും വായിപ്പിച്ച് കേൾപ്പിക്കണം. ധൂർത്തടിക്കുന്ന ഭക്ഷണം, ധൂർത്തടിക്കുന്ന പിറന്നാളിന് കേക്ക് മുറിച്ചിട്ട് തിന്നാനല്ല, ആ കേക്ക് മുറിച്ചിട്ട് മുഖത്ത് പൂശാനും എറിഞ്ഞു കളിക്കാനും കേക്ക് മുറിക്കുന്ന ഒരു കുട്ടിക്ക് അറിയണം, ഒരു കഷ്ണം കേക്ക് കിട്ടാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ ലോകത്ത് മരിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് ഒരു ബിരിയാണി ചോറ്, ഒരു പിടി ബസുമതി അരിയുടെ ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയ ഒരു കുട്ടിയുടെ കഥ. ബിരിയാണി. ആ കഥ വായിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കണ്ണിലൊന്ന് നോക്കുക. അവന്റെ കണ്ണിലൊരു നനവുണ്ടോ? നിങ്ങൾ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുട്ടിയിൽ ഒരു നനവുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക, നിങ്ങളുടെ കുട്ടി ദൈവത്തിന്റെ കുട്ടിയാണ്. ആ ദൈവത്തിൽ എത്താനുള്ള വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കണ്ടേ? പള്ളി കൂട്ടിപ്പോയാൽ മതിയോ? പോരാ. അവന്റെ മനസ്സ് വളർത്തണം. അവന്റെ മനസ്സ് വളർത്തണം. ആ മനസ്സ് വളർത്താൻ എന്താ വേണ്ടേ? ആ മനസ്സ് വളർത്താൻ വേണ്ടത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തും കേട്ടോ. ബുദ്ധി വളർത്താൻ സ്കൂൾ പറഞ്ഞേച്ചാ, മനസ്സ് വളർത്താൻ എന്ത് വേണം? മനസ്സ് വളർത്താൻ നിങ്ങൾ വേറെ ഒന്നും കഷ്ടപ്പെടും വേണ്ട. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. ബന്ധങ്ങൾ സോഫ്റ്റൻ ആവണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും അയൽവാസികളും തമ്മിലുള്ള ബന്ധങ്ങൾ സോഫ്റ്റൻ ആവണം. ചപ്പാത്തി ഇഡലി, എനിക്കിന്നത് ഇവിടെ തന്ന ഇഡലി നല്ല സോഫ്റ്റനായിരുന്നു. നല്ല ചപ്പാത്തി, സോഫ്റ്റനായ ചപ്പാത്തി. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ. ബന്ധങ്ങൾ എങ്ങനെ സോഫ്റ്റനാക്കാം? സോഫ്റ്റനാക്കാൻ സോഫ്റ്റന്റെ സ്പെല്ലിങ് പഠിക്കുക ആദ്യം. ആ 6 അക്ഷരങ്ങളിൽ 6 മരുന്നുകളുണ്ട്. ആ 6 മരുന്ന് നിങ്ങൾ ഇന്ന് തന്നെ സംഘടിപ്പിക്കണം. എവിടുന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോഫ്റ്റന്റെ സ്പെല്ലിങ് SOFTEN എന്നാണല്ലേ. ഈ 6 അക്ഷരങ്ങൾ ഓരോ അക്ഷരം ഓർമ്മിച്ച് വെക്കുക. യെസ് എന്താണ്? മരുന്ന് ഇവിടെ കിട്ടും. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് ആ മരുന്ന്. യെസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്. പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ? പക്ഷി മൃഗാദികൾ പുഞ്ചിരിക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് രാവിലെ തന്നെ പുഞ്ചിരിക്കുക. ഒന്ന് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുക. അതൊരു എനർജിയാ. കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കരുത്. ഒന്ന് പുഞ്ചിരിക്കുക. നിങ്ങളുടെ ഭർത്താവിനെ നോക്കിയിട്ട്, ഭാര്യയെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് ഒന്ന് പുഞ്ചിരിച്ചൂടെ? മക്കളോടൊന്ന് പുഞ്ചിരിച്ചൂടെ? എണീക്കുന്നില്ല, പല്ലേക്കുന്നില്ല, കുളിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇളിക്കുന്ന രക്ഷിതാവുക പല വീട്ടിലും. ഒന്ന് മക്കളോടൊന്ന് പുഞ്ചിരിച്ചാലെന്താ? പുഞ്ചിരിയുമായി ബന്ധപ്പെട്ട എത്ര പാട്ടുകളുണ്ടെന്ന് അറിയോ? എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ, യഗ്മുഗ്ധരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ, എന്നശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയം, ധർമ്മടത്ത് ഒരു കേന്ദ്രീയ വിദ്യാലയമുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ഒരു പരിപാടി വെച്ചു. ഒക്ടോബർ 1 പ്രത്യേകത അറിയാവോ? എന്താ ഒക്ടോബർ 1 ഒരു ഡേ ആണ്. എന്താ അത്? എന്ത് ഡേ ആ ഒക്ടോബർ 1? കുട്ടികൾ പറഞ്ഞ
ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ഒക്ടോബർ 1 വയോജന ദിനമാണ്. അന്നത്തെ പരിപാടി ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം സ്കൂളിൽ വെച്ചു. അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം. രക്ഷകർത്താക്കളെ വിളിച്ച അമ്മ വരുമെങ്കിൽ അച്ഛൻ വരൂല, അച്ഛൻ വരുമെങ്കിൽ അമ്മ വരൂല, അല്ലേ? ഒരു രക്ഷകർത്ത സംഗമത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി നോക്കുമ്പോൾ ഒരൊറ്റ അച്ഛനില്ല, ബാക്കി എല്ലാ അമ്മമാർ മാത്രം. ഞാൻ അവിടുന്ന് ഒരു തമാശ പറഞ്ഞു. ഭയങ്കര കുഴപ്പമായി. എൻ്റെ വീട്ടിലെല്ലാം വിളിച്ച് ഭീഷണിയായിരുന്നു തമാശ പറഞ്ഞിട്ട്. പക്ഷെ ആ തമാശ കൊണ്ടൊരു ഗുണമുണ്ടായി. അടുത്ത PTA യോഗത്തിൽ സകല അച്ഛന്മാർ വന്നു. ഞാൻ പറയുമ്പോൾ പറഞ്ഞു, സ്വന്തം മക്കളാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാ വരാഞ്ഞെന്ന്. സ്വന്തം മക്കളാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാ വരാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അടുത്ത യോഗത്തിന് സകലാളും എൻ്റെ മക്കൾ എന്നെയാന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നു. എന്നാ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചപ്പോ ഇല്ലേ, എല്ലാരും വന്നു. ഒരാൾക്ക് 4 ആളുണ്ടാവുമല്ലോ. അപ്പൂപ്പനും അമ്മൂമ്മയും 4 ആളുണ്ടാവും. 4 ആൾ വന്ന് ഇരിക്കാൻ സ്ഥലമില്ല. എല്ലാവർക്കും കസേര കൊണ്ടുവന്ന് ഇരുത്തി, കുട്ടികളെ വരാന്തയിൽ നിർത്തി. ഞാൻ ക്ലാസ് എടുക്കാൻ പോയതാ. അധ്യക്ഷ പ്രസംഗം നടത്തുന്ന പ്രിൻസിപ്പൽ ടീച്ചർ അവിടുന്ന് കുട്ടികളോട് പറഞ്ഞു, ഇവരാണ് നമ്മുടെ പ്രകാശഗോപുരങ്ങൾ, അവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് ഓർക്കണം കേട്ടോ, അതുകൊണ്ട് ചിരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ യെസ് എന്ന് പറഞ്ഞു. അപ്പൊ വിനീത് എന്ന് പറയുന്ന ഒരു 9ാം ക്ലാസ്സുകാരൻ പയ്യൻ എഴുന്നേറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം. എന്താ? പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതിരുന്നാ പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. ഇപ്പൊ നിങ്ങളെല്ലാം ചിരിച്ചില്ലേ? 2-3 ആള് ചിരിച്ചിട്ടില്ല. അവർ മസിലും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് തന്നെ പോയിട്ട് ഒന്ന് ECG എടുത്ത് നോക്കണം. ബ്ലോക്ക് ഉണ്ടാവും. ചിരിക്കണ്ടേ മനുഷ്യന്ന്? ചിരിക്കണ്ടേ? സ്മൈൽ. പുഞ്ചിരിച്ചാൽ നിങ്ങൾ പുഞ്ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. വാതിൽ തുറക്കണം. രാവിലെ കുട്ടികളെയും കൂട്ടിയിട്ട് വാതിൽ തുറക്കും. വീടിന്റെ ചുണ്ട് മുന്നിലത്തെ വാതിലാ. അതൊന്ന് തുറന്നിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി പിന്നെടുക്ക. ഇസ്രായേല് വെടി നിർത്തിയിട്ടും നിൽക്കാത്ത എന്താണെന്നറിയോ? അവർ ശീലായിപ്പോയി. രാവിലെ ഓർക്കളി ഞാൻ 3 മിസൈലിന് തീ കൊടുക്കും, എന്നിട്ടേ പല്ല് വരെ. ശീലാണ്. 3-4 കൊല്ലായിട്ടുള്ള ശീലാണത്. നമ്മള് രാവിലെ എന്നിട്ട് ടിക്ക് 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 ഗ്യാസിന്റെ അടിയിൽ 3 തീ കൊടുക്കല. അത് ഭക്ഷണത്തിന്, ശരീരത്തിനാ. കുട്ടികളുടെ മനസ്സിന് തിരി കൊടുക്കൂ. കുട്ടികളെയും കൂട്ടി മുറ്റത്തിറങ്ങൂ. ഒരു 10 മിനിറ്റ് നേരം പുഷ്പങ്ങളോടൊത്ത്, പൂമ്പാറ്റകളോടൊത്ത്. പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. മനസ്സിനെ ഒന്ന് ഉണർത്തൂ. നിങ്ങളും നിങ്ങളുടെ വീടും പുഞ്ചിരിക്കുക. രണ്ടാമത്തത് O for open the head. ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. എപ്പോൾ? വീട്ടിലെല്ലാരും എത്തിയാൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവാൻ പാടില്ല, TV കൂട്ടണം. പല രക്ഷിതാക്കളും സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് പരാതി പറയും, എപ്പോഴും ഗെയിം കളിയാ, എപ്പോഴും റീല് നോക്കലാ, മൊബൈൽ കൈമെന്ന് വിടുന്നില്ല ടീച്ചറെ. ഈ പറയുന്ന വിദ്വാന്മാരാരാന്നറിയോ? ഇവരപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് സ്ഥിരം മാന്തല. ഇവർക്ക് എത്ര നേരം നോക്കാം. മക്കൾ എടുക്കുമ്പോൾ ചൊറിച്ചൽ വരും. അടി കിട്ടാഞ്ഞിട്ടാ. ആർക്ക്? കുട്ടികൾക്കല്ല, അച്ഛനമ്മമാർക്ക്. കുട്ടികൾ വീട്ടിലുള്ളപ്പോ കുട്ടികളോട് മിണ്ടാനും പറയാനും നിൽക്കാതെ മൊബൈലിൽ നോക്കി ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ചൂരല് കൊണ്ട് കിട്ടണം അടി. മക്കളല്ല എല്ലാരും വന്നാൽ വീട്ടിൽ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന മനുഷ്യൻ ഇരിക്കുന്നിടത്തേ ഇരിക്കാവൂ. കിടപ്പിലാണ് ഒരു വീട്ടിൽ ഒരു വല്യപ്പൻ കിടപ്പിലാണെങ്കിൽ വരാന്തയിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന മഹാപാപമാണ്. ആ വല്യപ്പൻ എവിടെയാ കിടക്കുന്നത് അതിന്റെ അടുത്ത് കസേരയിട്ടിട്ട് അവിടെ നിന്ന് വർത്തമാനം പറയണം. കാരണം അയാളുടെ അഭിപ്രായം നമുക്ക് വേണ്ട. പക്ഷേ നമ്മൾ പറയുന്ന അയാൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? മക്കളും കൊച്ചുമക്കളും വർത്തമാനം പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഇത് വല്യമ്മച്ചുള്ള അവിടെ പോയിരുന്ന് വർത്തമാനം പറയണം. എന്താ വർത്തമാനം? നെഗറ്റീവ്. അതാരാ പോകുന്നത്? മത്തായിച്ചനാ, മഹാവൃത്തികെട്ടവനാ. ആ ഗോപാലൻ ചേട്ടൻ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് പോക്ക, MLA പോക്ക, മന്ത്രി പോക്ക, മുഖ്യമന്ത്രി പോക്ക, പ്രധാനമന്ത്രി പോക്ക, എല്ലാരും പോക്ക. ഒരാളെ ഉള്ളൂ നല്ലത്. ആരാത്? ഞാൻ മാത്രം.
ഞാനേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം മോശമാണെന്ന വർത്തമാനം കേട്ട് 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 കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല, എല്ലാം മോശമാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോ അത്തരക്കാര്? നിങ്ങൾ ഇവിടുന്ന് ഒരു കാറിൽ രാത്രി 7 മണിക്ക് ശേഷം കാറിന്റെ മുൻസീറ്റിൽ ഇരുന്നിട്ട് ഒന്ന് ചെങ്ങന്നൂരേക്കോ തിരുവല്ലയിലേക്കോ മാവേലിക്കരയിലേക്കോ പോവുക. എതിരെ വരുന്ന എത്ര വണ്ടി നിങ്ങൾക്ക് വരുന്ന ആള് ഡിമ്മ് തരും നോക്കാം. ഡിമ്മ് തരാൻ അന്ന് അവിടെ കോട്ടയത്ത് പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടതാണോ ഡിമ്മ്? അല്ല. സ്റ്റിയറിംഗിന്റെ അടുത്ത വശത്തുള്ള ആ ഗിയർ പോലത്തെ ഒരു സാധനം ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. എന്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് നീ വഴിയിലുള്ള മതിലിനടിച്ച് ചത്താലും കുഴിയിൽ പോയി മറിഞ്ഞാലും തരൂലട്ടാ ഞാൻ ജിമ്മ് എന്ന് പറയുന്ന ആരാതറിയോ? ഈ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ മനോഭാവമുള്ള ടീമാ ഭൂരിപക്ഷം ആളുകൾ നമ്മുടെ നാട്ടിൽ. ഡിമ്മ് കൊടുക്കുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് സകലതിനെയും കുറ്റപ്പെടുത്തുന്ന സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്: പരുക്കനാണീ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും പൂന്തോട്ടങ്ങളുമുണ്ട്. നന്മയെ കാട്ടിച്ചു കൊടുക്കൂ, നന്മയുടെ കഥകൾ പറയൂ. ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. കുട്ടികളിലേക്ക് നമ്മൾ താണാൽ കുട്ടികൾ നമ്മളിലേക്ക് ഉയരും. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മകളുടെ കുട്ടി വന്നു, അവനെ ഒന്ന് എടുത്ത് ഓമനെ ചുമ വെക്കണം, പക്ഷെ കുനിയൂല. പ്രസിഡന്റാ, വാ എടുക്കാൻ പറ്റുമോ? കുട്ടി നമ്മളിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ ആദ്യം കുട്ടിയിലേക്ക് താഴണം. മുന്നോട്ട് കുനിയൂ. ശരീരത്തിലെ അവയവങ്ങളിൽ കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മുന്നോട്ട് മടക്കുന്ന. കാലിന്റെ മുട്ടെന്തിനാ പുറകോട്ട് മടക്കി വെച്ചെന്നറിയാവോ? പുറകോട്ടോടാനല്ലല്ലോ, മുന്നോട്ടോടാൻ വേണ്ടിയാ. ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങിയിട്ട് നമ്മൾ എന്താ അഹന്ത. എന്തിന്? മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുന്ന ഒരു വൈറസ് നിമിത്തം നമ്മൾ 2 കൊല്ലം അകത്ത് അടച്ചുപൂട്ടി ലോക്ക്ഡൗൺ ആയില്ലേ? എന്നിട്ടും അഹന്തയാ. ഒന്ന് കുനിയൂ. മാങ്ങ കൂടുമ്പോ മാവിന്റെ കൊമ്പ് മേലോട്ട് ഉയരുന്നില്ല, താഴോട്ട് താഴും. ചക്ക കൂടുമ്പോ പ്ലാവിന്റെ കൊമ്പ് മേലോട്ട് ഉയരുന്നില്ല, താഴോട്ട് താഴും. നമ്മക്കറിവും സമ്പത്തും കൂടുമ്പോ അഹന്തയല്ല, വിനയമാ കൂടണ്ട്. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പുവാൽ ഖനം എന്ന്. അതുകൊണ്ട് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ കുട്ടികളിലേക്ക്. അടുത്തത് ടീ ടച്ച്, തൊടണം. നമ്മുടെ മനസ്സിന്റെ മതില് തൊക്കല്ലേ? നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമോ അത്ഭുതമോ അനുഭൂതിയോ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയാ അതിന്റെ ചലനം കാണുക? തൊക്കിലുള്ള രോമങ്ങളെല്ലാം ഇങ്ങനെ എഴുന്നേറ്റിരിക്കൂലേ അല്ലേ? ഈ കിഴങ്ങിന് ഇവിടെ എന്താ കിഴങ്ങ്? കപ്പ എന്നോ പറയാ, കിഴങ്ങ്. ഈ വാക്ക് ചില നാട്ടിൽ തെറിയ, അതുകൊണ്ടാണ് എനിക്ക് പേറിയാൻ പേടി. അതിന് മൂട് കൂട്ടൂലേ? അതുപോലെ രോമകൂപങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നാട്ടില്ലേ? അതിന്റെ പേരെന്താ? രോമാഞ്ചം അല്ലേ? ഇനി രോമം ഇല്ലാത്ത ആൾക്ക് തോലാഞ്ചകം ഉണ്ടാവും. മനസ്സിലായി? അവിടെ ഒന്ന് തൊടണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം, ചേർത്ത് പിടിക്കൂ മക്കളെ. അവിടെയുള്ള സ്പർശം. പ്രായമായ മനുഷ്യർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുത്താൽ പോരാ, നല്ല മരുന്ന് കൊടുത്താൽ പോരാ. അവരുടെ അടുത്ത് പോയി ഇരിക്കുക, എന്നിട്ടൊന്ന് ചുമലിൽ കൈവെക്കുക, എന്നിട്ട് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കുക. പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാ. വേറെ ഒരു ഉപകാരവും പുറം കൊണ്ടില്ല. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലം കവരുന്നത് പുറ. കൈയോണ്ടും കാലോണ്ടും തലയോണ്ടല്ല പല ഉപകാരമുണ്ട്. ഈ പുറം വെറുതെ പ്ലിന്തേരിയ പോക്ക. അത് ചൊറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്. തൊടണം. ഭാര്യയും ഭർത്താവും തൊട്ടിരുന്ന് വർത്തമാനം പറയുന്ന മക്കൾ കാണണം. പ്രേമിക്ക്. ഭാര്യയും ഭർത്താവും പ്രേമിക്കാറുണ്ടോ? പ്രേമിക്കണം. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള തരീടിയല്ല. പ്രണയം എന്ന് പറയുന്നതും വിവാഹം മുതൽ മരണം വരെ വികസിക്കണം പ്രണയം. കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കാൻ 2 മരുന്ന് പറഞ്ഞേരട്ടെ. 1 വൈലോപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിത വായിക്കുക. 2 NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയും വായിക്കുക. ആർദ്രമീധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, ഈ പഴം കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാം. ശ്വാസകോശ അർബുദം ബാധിച്ച് ആശുപത്രി കിടക്കുമ്പോഴും നീ എൻ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖി.
എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ മരണം വരെ സഫലമീ യാത്ര എന്ന് പറഞ്ഞിട്ട് പ്രേമിക്കുന്ന കവിയെ കാണാം. ഇത് നമ്മളെ നാട്ടിൽ കല്യാണം വരെ രാവിലെ ഉച്ചക്കും രാത്രിയല്ല ഐ ലവ് യു ഐ ലവ് യു അയക്കൂ. വിവാഹം കഴിഞ്ഞിട്ട് എത്ര തവണ ഐ ലവ് യു പറഞ്ഞു ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എന്ന് പറയാൻ പാടില്ലേ? കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്ത? കുന്നംകുളത്ത് ഒരു ക്ലാസ്സിൽ, ഇതുപോലത്തെ ഒരു ക്ലാസ് LIC-കാർക്ക് ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ, വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തെന്ന് അറിയാവോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ എന്തിനാ പ്രചരണം? പ്രേമിക്ക്, മക്കൾ കാണണം അച്ഛനും അമ്മയും പ്രണയത്തിലാണെന്ന്. നിങ്ങൾ ബെഡ്റൂമിൽ പ്രണയത്തിലായിരിക്കാം, പക്ഷെ കുട്ടികളുടെ മുമ്പിൽ കീരിയും മൂർഖനെ പോലെ ശണ്ട കൂടുന്നത് കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാക്കും. അച്ഛനും അമ്മയും പരസ്പര ബഹുമാനമുള്ള വീട്ടിലെ കുട്ടികൾ നല്ല സംസ്കാരമുള്ള കുട്ടികളാവും. പരസ്പരം സ്നേഹിക്കും. ടച്ച്, ഹൃദയത്തിൽ തൊടൂ, ശരീരത്തിൽ തൊടൂ. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കൂ. നമ്മുടെ പേഴ്സണാലിറ്റി കണ്ണാ. നെടുമ്പാശ്ശേരി എന്ന് വിദേശത്ത് പോയിട്ടുണ്ടോ ആരെങ്കിലും? അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ടല്ല പ്രധാനം, കണ്ണാ. കണ്ണിന്റെ ഫോട്ടോ എടുക്കുക. തിരിച്ചു വരുമ്പോ കണ്ണിന്റെ ഫോട്ടോ എടുക്കൂ. അപ്പൊ ആള് തിരിച്ചു വന്നു, അവിടെ രേഖയായി. ഡിജിറ്റൽ രേഖയാണത്. നമ്മുടെ കണ്ണിന്റെ സൗന്ദര്യം വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു എന്നറിയോ? സ്ത്രീകൾക്ക് അക്ഷി എന്ന് പറഞ്ഞ കണ്ണാണ്. കമലാക്ഷി, പങ്കജാക്ഷി, അംബുജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പേര് വിശാലാക്ഷി എന്നായിരുന്നു. വലിയ കണ്ണുള്ളവൾ. സ്ത്രീകൾക്ക് വലിയ കണ്ണ് സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് വിശാലാക്ഷി. നേരെ തിരിച്ചാണ്, പുരുഷന്മാർക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം. അതുകൊണ്ടാണ് സ്ത്രീകളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ പുരുഷന്മാരെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിച്ചത്. കുഞ്ഞിക്കണ്ണൻ. കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. കണ്ണാണ് പ്രധാനം. അവിടുത്തെ സ്വപ്നങ്ങളും ആർദ്രതകളും കാണണം. പരസ്പരം കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. ഞാനിപ്പോ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വാച്ചിലേക്കോ ഷർട്ടിലേക്കോ അല്ലല്ലോ നോക്കുന്നത്, എൻ്റെ കണ്ണിലേക്കാണ്. നിങ്ങൾ എൻ്റെ കണ്ണിലേക്ക് നോക്കാതെ മൊബൈലിൽ നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിർത്തിയിട്ടുണ്ടാവും. കാരണം എൻ്റെ ക്ലാസ് എടുക്കാനുള്ള എനർജി എനിക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിൽ നിന്നാ. കണ്ണുകളിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നവനാണ് മനുഷ്യൻ. ഐ കോണ്ടാക്ട്. അടുത്തതാണ് നോഡിങ്. നോഡിങ് എന്താ? നോഡിങ് പരസ്പര ബഹുമാനത്തിന്റെ, ജനാധിപത്യത്തിന്റെ ശരീരഭാഷയാണ് നോഡിങ്. തലകുലുക്കൽ. ശരിയാ, ശരിയാ, സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവണം. മലയാളികൾക്ക് അത് പറ്റില്ല. സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ തന്നെ അല്ലാതെ വേറെ ആര്? ഞാനല്ലാതെ വേറെ ആരുണ്ട്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വ്യാപകമായ ഒരു ബോർഡ് വെച്ചില്ലേ, മുഖ്യമന്ത്രിന്റെ ഫോട്ടോ ഉള്ള? അത് അയാൾക്ക് തിരിച്ചടിയായി. LDF അല്ലാതെ വേറെ ആരുണ്ട് എന്ന്, മറ്റാരുണ്ട് എന്നാ വെച്ചത്. പക്ഷെ ഇയാളെ ഫോട്ടോ കണ്ടിട്ട് മറ്റാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് വിചാരിച്ചു ഞാനല്ലാതെ മറ്റാരുണ്ടെന്നാ. എന്നാ കാണിച്ചു തരാന്ന് ആള് തിരിച്ചു കൂട്ടിക്കളഞ്ഞു. മനസ്സിലായോ? ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന അഹന്തയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി അത് ബോർഡ് കണ്ടിട്ട്. അഹന്ത എന്തിന്? പരസ്പരം അംഗീകരിക്കുക. പല വീട്ടിലെയും ഗൃഹനാഥന്മാര്, ഞാനാ വീടെടുത്തത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്, ഞാനാ അരി വാങ്ങുന്നത്, അതുകൊണ്ട് ഇയാളാരാ? ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ. ഭാര്യ മക്കളോ കട്ടപ്പ അടിമ. എന്തിന്? നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ ചെരുപ്പഴിച്ച് പുറത്തിടാറില്ലേ? ആ കൂട്ടത്തിൽ ഒന്നുകൂടി അയച്ചിടണം നമ്മുടെ ഈഗോ. നമ്മൾ പുറത്ത് മറ്റു പലതുമായിരിക്കാം, പക്ഷെ വീട്ടിൽ കയറിയാൽ ആരാ? ഞാൻ വെറും അച്ഛനാണ്, വെറും വല്യപ്പച്ചനാണ്. അവിടെ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. അത്തരത്തിൽ സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന വീടാവണം. എല്ലാ ഈഗോയും കളയുക. അവിടെ ഡെമോക്രസി വീട്ടിലുണ്ടാകുന്നത്, അല്ലാതെ വോട്ട് ചെയ്യലല്ല ഡെമോക്രസി. വീട്ടിലെല്ലാവരും എല്ലാ ഭക്ഷണം പാചകം ചെയ്യാനും എല്ലാവരും ഒത്തുചേരൂ. എന്തൊരു രസമായിരിക്കും. ഇതെല്ലാം സ്ത്രീകൾ ചെയ്യുക, പുരുഷന്മാർ തിന്നുക. അങ്ങനെ സങ്കല്പം. അതെല്ലാം പഴയ കാലമാണ്. എല്ലാവരും ഷെയർ ചെയ്യൂ ജോലികൾ. ഞാൻ കുടുംബശ്രീയിലൂടെ നടത്തിയ ഒരു സർവേയിൽ മനസ്സിലാക്കിയത് കേരളത്തിലെ 50% പുരുഷന്മാരും അണ്ടർവെയർ അലക്കാത്തവരാണ്. അവനവന്റെ അണ്ടർവെയർ അലക്കാൻ ഭാര്യയോ പെങ്ങളെയോ അമ്മേനെ ഏൽപ്പിക്കുന്ന വൃത്തികെട്ടന്മാര്. ഇപ്പൊ ചില ആൾ വിചാരിക്കുന്നുണ്ടോ ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ച് ആപത്തായല്ലോ, അല്ലേ?
അതൊന്ന് അലക്കിയിട്ടൂടെ? ആൺകുട്ടികളെ പഠിപ്പിക്കണം, അമ്മമാരെ ഇതിന് പ്രതി ആൺകുട്ടികളെ പഠിപ്പിക്കണം. 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് അവൻ അണ്ടർവെയർ അലക്കാൻ അവനോട് പറയണം. ഇതെല്ലാം എല്ലാവരും ചെയ്യേണ്ടതാണ് എന്ന ബോധ്യം വേണം. പരസ്പര ബഹുമാനം. അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? അത്തരത്തിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സ് വളരും. ബുദ്ധിയും മനസ്സും ഒന്നല്ല. പഹൽഗാമിലെ ഭീകര സ്ഫോടനം 1 വർഷം കഴിഞ്ഞു അല്ലേ? അതിലെ പ്രതികളറിയാം. ഭീകര ആക്രമണം വെടിവെച്ച് കൊന്നില്ലേ കുറെ ആളുകളെ? അതിലെ പ്രതികളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാ. കേരളത്തിൽ വന്നിട്ട് ബിഫാം കോഴ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ടുണ്ട് ഒരുത്തൻ. അതിൽ MPhil കഴിഞ്ഞവരുണ്ട്, അതിൽ MCom കഴിഞ്ഞവരുണ്ട്. എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് ആ കേസിലെ പ്രതികളായ ഭീകരന്മാർ. പക്ഷെ അവർക്ക് കൊല്ലരുത് എന്ന മനസ്സുണ്ടായില്ല. മനസ്സിലായി? അപ്പൊ മനസ്സാ വളരേണ്ടത്. ഇന്ന് ലോകത്തിന് ബുദ്ധിക്കോ പണത്തിനോ ക്ഷാമമില്ല. ക്ഷാമം എന്താണ്? മനസ്സാണ്. മനസ്സിനാണ് ക്ഷാമം, ദയക്കാണ് ക്ഷാമം, കാരുണ്യത്തിനാണ് ക്ഷാമം. എന്നാൽ അതാണ് മനുഷ്യൻ. അപ്പൊ നാട്ടിൽ മനുഷ്യന്മാരുടെ റേഷൻ കാർഡിലും വോട്ടർ പട്ടികയിലുള്ളവരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും മനുഷ്യന്മാരുടെ എണ്ണം കുറയുക. നമ്മൾ അതിൽപ്പെട്ടവരാണോ? സ്വയം ചിന്തിക്കുക. നമ്മുടെ കുടുംബം മനുഷ്യന്മാരെ വളർത്തുന്ന ഇടമാണോ എന്ന് പരസ്പരം ചർച്ച ചെയ്യുക. നമ്മുടെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, നാളെ സ്കൂൾ തുറക്കുകയല്ലേ? അവരോട് പറയേണ്ടത് നാളെ മുതൽ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു വാക്ക്. നമുക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. പഠിക്കാൻ തുടങ്ങാം, അടുത്ത ഞായറാഴ്ച ആവട്ടെ. ഞായറാഴ്ച ഒരു ചുക്കും നടക്കൂല, ഇനി അടുത്ത ഞായറാഴ്ച തുടങ്ങാം. ഇങ്ങനെ മാറ്റി 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 വെക്കും. ഇതാണ് നമ്മുടെ വൃത്തികെട്ട സ്വഭാവം. യഥാർത്ഥത്തിൽ കുട്ടികളോട് പറയേണ്ടത്, ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നാണെന്ന് ഓരോ ആളോ ഒരു കുട്ടിയോടും പറയാൻ പറയും. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം. അല്ലാതെ ഒരു മുഹൂർത്തം നിശ്ചയിക്കരുത്. കാരണം സമയമാണ് നമുക്ക് ഏറ്റവും മൂല്യമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ട്രംപിനും ഒരു പണിയെടുക്കാതെ ഇന്ന് ആ KSRTC ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കണ്ടു. ഒരു പണിയെടുക്കാതെ അവിടെ കിടന്നുറങ്ങി. അയാൾക്കും 24 മണിക്കൂറാ, ട്രംപിന് 24 മണിക്കൂറാ. ഈക്വലാ, കൂടുതലില്ല. ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 90 പോരെ? 100 വേണം കൂട്ടിക്കോ കേട്ടോ. ഞാൻ അത്യാർത്ഥി വേണ്ടെന്ന് വിചാരിച്ചിട്ടാ 90 പറഞ്ഞു. ഈ 90 വയസ്സിനിടയിൽ 25 വർഷമേ നമുക്ക് മനുഷ്യനാവാൻ സമയമുള്ളൂ. ബാക്കി 65 വർഷവും പോക്ക. അറിയാവോ? 30 വർഷം ഉറങ്ങിപ്പോവില്ലേ? നമ്മുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം ഇതാ. അവനെന്താ ചെയ്യുന്നത്? അവനെന്താ തിന്നുന്നു? ലേസ്. എനിക്ക് ലേസ് വേണം. അവനെന്താ ഓക്കെ തിന്നു? അവൻ ഐസ് തിന്നു, എനിക്ക് വേണം. അവൻ ഏതാ കോഴ്സിൽ ചേർന്ന്? ഞാൻ കോഴ്സിൽ എനിക്കും ചേരണം. അവനുണ്ടല്ലോ പാൻറ്, അണ്ടർവെയർ കാണുന്ന വട്ടിൽ ചന്തിന്റെ അടിയിൽ ഉടുക്കുന്നു, എനിക്കും അതുപോലെ ഉടുക്കണം. അവളുണ്ട് ജീൻസ് വാങ്ങിയിട്ട് കീറിയിട്ട് ഉടുക്കുന്നു, എനിക്കും കീറിയ ജീൻസ് വേണം. എന്നല്ലാതെ എനിക്കെന്ത് വേണമെന്ന്, എന്റെ ജീവിതമാകുന്ന വണ്ടി ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് കീറി പോണോ എന്ന് തീരുമാനിക്കാനുള്ള തന്റെ ഇടമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. മറ്റുള്ളവർ ഓടുന്ന വണ്ടിയിൽ പിറകെ ഓടലല്ല നമ്മുടെ ജോലി. അത് പഠിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ചോദ്യം പഠിക്കാത്ത കുട്ടികളാ, ഉത്തരേ പഠിക്കും. നമ്മളെ സ്കൂളിൽ എങ്ങനെയാ? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. അല്ലേ? തെറ്റാണത്. കുട്ടികളെ, ചോദ്യം പഠിക്കണം. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നെന്ന് വിചാരിക്കുക എന്ന ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അത് പഠിച്ചിരുന്നെങ്കിൽ ഉത്തരം അപ്പ കിട്ടൂലേ? ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സ് വളരുന്നത് ചോദ്യം ചോദിക്കുമ്പോഴാണ്, ഉത്തരം പഠിക്കുമ്പോഴല്ല. കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവുകയും ഈ ഉത്തരത്തെ സ്വീകരിക്കാൻ എക്സ്റ്റെൻഡ് ചെയ്യും. ആ എക്സ്റ്റെൻഡ് ചെയ്ത ഫയൽ, ആ ഫയൽ ഉത്തരം കിട്ടുന്നത് വരെ ശൂന്യമാവുമ്പോൾ ശൂന്യത പിടിച്ചു വലിക്കും. ഒരു സിറിഞ്ചിന്റെ പറയിൽ നിന്ന് പിസ്റ്റം പിടിച്ചു വലിക്കുമ്പോൾ കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത് ആ ശൂന്യത കൊണ്ടാ. ബംഗാൾ ഉൾക്കടലിൽ ശൂന്യതയുണ്ടാകുന്നത് കൊണ്ട്, ന്യൂനമർദ്ദം ഉണ്ടാകുന്നതുകൊണ്ട് അറബിക്കടലിൽ നിന്ന് കാറ്റടിച്ച് മഴ പെയ്യുന്നത്. ഈ ശൂന്യത തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ചോദ്യം. പിടികിട്ടിയോ? ചോദ്യങ്ങൾ ഉന്നയിക്കണം കുട്ടികൾ. ആരുടേതാണോ ചോദ്യം അവരുടേതാണ് ഉത്തരം. ഇപ്പൊ അധ്യാപകരുടെ ചോദ്യം, അതുകൊണ്ട് ഉത്തരം അധ്യാപകർക്ക് കൊടുത്തിട്ട് കുട്ടികളിങ്ങ് പോരും. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഉത്തരവില്ല. 8 കഴിഞ്ഞ് 9-ലെത്തുമ്പോ 8-ലെ പോയി, 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോ 9-ലെ പോയി. എന്ത് വിഡ്ഢിത്തമാണിത്? അതിനു പകരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക,
ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ പ്രധാനം. നിങ്ങൾക്ക് ബാങ്കിൽ ലോണിന് പോയാൽ ഒരു സിബിൽ പോയിന്റ് ഉണ്ടല്ലോ, ബാങ്കിൽ ഒരു സിബിൽ പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ പറമ്പിന്റെ രേഖ, സ്ഥലത്തിന്റെ ആസ്തി ഒന്നും അല്ല അവർക്ക് വിഷയം. നിങ്ങൾ വിശ്വസ്തനാണോ, നിങ്ങൾ കൃത്യമായി തിരിച്ചടവുണ്ടോ? അതുപോലെ കുട്ടികൾ ഇപ്പൊ ഇന്റർവ്യൂവിന് പോയാൽ ഫുൾ A+ ഉണ്ടോ എന്നല്ല ചോദ്യം. അവർ 10 ചോദ്യങ്ങളിലൂടെ ആ കുട്ടിയുടെ വ്യക്തിത്വം അളക്കും. അവന്റെ മെയിൽ ID കൊടുത്താൽ അവൻ ഈ മെയിൽ ID വെച്ചിട്ട് എത്ര ചോദ്യങ്ങൾ നെറ്റിനോട് ചോദിച്ചു, AI ചോദിച്ചു എന്ന് അവർക്ക് കൃത്യമായി കണക്കുണ്ട്. അവൻ റീല് കാണുകയാണോ ചെയ്തത്, ഗെയിം കളിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ISROയിലെ റോക്കറ്റിനെ പറ്റി അന്വേഷിച്ചോ, അവൻ കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റി ചിന്തിച്ചോ, അവൻ നാസയെ പറ്റി അന്വേഷിച്ചോ? ഇതൊക്കെ അവർ നോക്കും. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റി. ജോലി കിട്ടാനുള്ള ഇന്റർവ്യൂവിൽ ഇതൊക്കെയാണ് പ്രധാനം. അല്ലാതെ വെറുതെ മാർക്കല്ല. മാർക്ക് വേണം, മാർക്ക് മാത്രം പോരാ, ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടികളാവണം. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനസ്സ് പ്ലസ് ആയി വളർത്തിയെടുക്കുക. അങ്ങനെ പ്ലസ് ആയി വളർത്തിയെടുത്ത് ആ ബുദ്ധിശക്തി വളരുന്നതിന് സമാന്തരമായി വൈകാരിക ശക്തി വളരണം. ഇമോഷണൽ ക്വോഷ്യന്റ്. കരയേണ്ടടുത്ത് കരയണം, ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം. പാഷണൽ ക്വോഷ്യന്റ് വളരണം. എന്തിനോടും കുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ടാവണം. ഒന്നുകിൽ സ്പോർട്സ്, അല്ലെ ഗെയിംസ്, അല്ലെ പാട്ട്, അല്ലെ കഥ, അല്ലെങ്കിൽ ചിത്രം വര, അല്ലെ ചെടി വളർത്തൽ, എന്തിനും കൂടി ഒരു താല്പര്യം ഇല്ലാതെ ഒരു ഗുണത്തിനും ഇല്ല, ഒരു ദോഷത്തിനും ഇല്ല എൻ്റെ മോൻ. പിന്നെന്തിനാ അങ്ങനെ ഒരുത്തൻ? ഒന്നിനും ഇല്ലാത്ത ഒരുത്തം വേണോ? വേണ്ട. എന്തെങ്കിലും ഒരു പാഷൻ വേണ്ടേ കുട്ടികളായാലും? സ്പിരിച്വൽ ക്വോഷ്യന്റ് വേണം, ധാർമ്മിക മൂല്യങ്ങൾ വേണം. വേദപഠന ക്ലാസ്സിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് കിട്ടണമെന്നില്ല, അത് കുടുംബത്തിന് കൊടുക്കണം. ധാർമ്മിക മൂല്യങ്ങൾ, സോഷ്യോ ക്വോഷ്യന്റ് വേണം, സാമൂഹ്യ ബോധം വേണം അവന്. ഈ സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഞാനെന്നും ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. അവന് നാച്ചുറൽ ക്വോഷ്യന്റ് വേണം, പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം അവന്. മഴ വരുമ്പോ എന്തൊരു മഴ, വെയിലാണെങ്കിൽ എന്തൊരു വെയില്. ഇത് കേട്ടിട്ട് കുട്ടി വിചാരിക്കും മഴയും വെയിലും എന്റെ ശത്രുവാന്ന്. പണ്ടത്തെ ആളുകൾ മഴ പെയ്യുമ്പോൾ നല്ല മഴ എന്ന് പറയൂ, നല്ല വെയിൽ എന്ന് പറയൂ. ഇപ്പോ എന്തൊരു മഴ, എന്തൊരു വെയിൽ. മഴയും പറ്റൂല, വെയിലും പറ്റൂല, പിന്നെന്തെന്നാ വേണ്ടത്? ഇത് രണ്ടും ഇല്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? പ്രകൃതിയെ ശത്രുവായി കാണരുത്. അടുത്ത സയൻസ് ക്വോഷ്യന്റ്, ശാസ്ത്രബോധം വേണം. ശാസ്ത്രം പഠിച്ചാ പോരാ, ശാസ്ത്രബോധം വേണം. അന്ധവിശ്വാസികളാവരുത്. ദൈവവിശ്വാസി ആയിക്കോട്ടെ, പക്ഷെ അന്ധവിശ്വാസികളാവരുത്. അത്തരത്തിൽ 7 ക്വോഷ്യന്റ് വളർത്തുക നമ്മുടെ കുട്ടികൾക്ക്. എന്താ 7 ക്വോഷ്യന്റ്? 1 ഇന്റലിജൻസ് ക്വോഷ്യന്റ്, ബുദ്ധിശക്തി. 2 ഇമോഷണൽ ക്വോഷ്യന്റ്, വൈകാരിക ശക്തി. 3 പാഷണൽ ക്വോഷ്യന്റ്, ആർദ്രശക്തി. 4 സ്പിരിച്വൽ ക്വോഷ്യന്റ്, ധാർമ്മിക ശക്തി. 5 സോഷ്യോ ക്വോഷ്യന്റ്, സാമൂഹിക ശക്തി. 6 നാച്ചുറൽ ക്വോഷ്യന്റ്, പ്രകൃതി ശക്തി. 7 സയൻസ് ക്വോഷ്യന്റ്, ശാസ്ത്രബോധം. ഈ 7 ക്വോഷ്യന്റ് വളർത്തി വെക്കുക. കുട്ടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ കുട്ടികളെ. അത്തരത്തിൽ നമ്മുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. നമ്മുടെ കുട്ടികൾ നല്ല വിസ്ഫോടനാത്മകമായി ചിന്തിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയണം. അങ്ങനെ മനസ്സും ബുദ്ധിയും സമാന്തരമായി വളർത്തി സംസ്കാരത്തിന്റെ ഒഴുക്ക്, പ്രവാഹം, തീരത്ത് വീടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കി സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന സ്വർഗമായി നമ്മുടെ കുടുംബം, വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, അയൽപ്പക്ക ബന്ധങ്ങൾ ഇതെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോയി സമാധാനത്തിൽ രസകരമായി ജീവിക്കുക. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. കാരണം എന്താ? ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം. ജീവിതത്തെ കാവ്യപുസ്തകമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിയട്ടെ. ഒറ്റ കഥയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുക. മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ നാടകം കണ്ടവരോ കഥ വായിച്ചവരോ ഉണ്ടാവും. ഷൈലോക്ക് എന്ന് പറയുന്ന ദുഷ്ടനായ കൊള്ളപ്പലിശക്കാരൻ, വായ്പ കൊടുക്കുന്ന സാധാരണ മനുഷ്യത്തുള്ള അന്റോണിയോ, അവന്റെ സുഹൃത്ത് ബൊസാനിയോ ദരിദ്രനാണ്. എപ്പോഴും അന്റോണിയോവിന്റെ കയ്യിൽ നിന്ന് കാശ് വായ്പ വാങ്ങും. ഒരു ദിവസം ഒരു പഴയ കപ്പൽ വിൽക്കുന്നുണ്ട്. അത് വാങ്ങിയാൽ എൻ്റെ ദരിദ്രം തീരൂ അന്റോണിയോ, നീ കൂടുതൽ പണം തരണം എനിക്ക്. അത് കൊടുക്കാൻ അന്റോണിയോവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവസാനം നിവൃത്തിയില്ലാതെ അന്റോണിയോ ഷൈലോക്ക് എന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശക്ക് പണം വായ്പ വാങ്ങി.
വായ്പ വാങ്ങുമ്പോൾ എഗ്രിമെന്റ് എഴുതി, അതിലെല്ലാം ഒപ്പിട്ടു. ഇപ്പോഴും നല്ല വിദ്യാഭ്യാസം ഉള്ളവരും ബാങ്കിൽ പോയിട്ട് ലോൺ വാങ്ങുമ്പോൾ ആ ബോണ്ട് പേപ്പർ വായിക്കോ, എവിടെയൊക്കെ എക്സെന്റ് ആടിയെല്ലാം ഒപ്പിട്ടു. അവസാനം കാശ് വാങ്ങി ബൊസാനിയോന് കൊടുത്തു. ബൊസാനിയോ കപ്പൽ വാങ്ങി, കടലിൽ വെച്ച് കപ്പൽ കാണാതായി. കപ്പൽ മുങ്ങിയെന്നാ കരുതിയത്. വരുമാനമില്ല, പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അന്റോണിയോ ബൊസാനിയോവിനാണ് പൈസ കൊടുത്തെങ്കിലും അന്റോണിയോ അല്ലേ പൈസ വാങ്ങിയത്. ഷൈലോക്ക് അന്റോണിയോനെതിരെ കേസ് കൊടുത്തു. എല്ലാ രേഖയുമുണ്ട്. എഗ്രിമെന്റ് വ്യവസ്ഥ നടപ്പിലാക്കാം കോടതി വിധിച്ചു. എന്താ എഗ്രിമെന്റ് വ്യവസ്ഥ? അന്റോണിയോവിന്റെ നെഞ്ചത്തുനിന്ന് ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കാം. ആർക്ക്? ഷൈലോക്കിന്. ഇവനെ കൊല്ലണം, അതന്നെ മുറിച്ചെടുക്കാം. കോടതി വിധിച്ചു. കത്തിയുമായിട്ട് കോടതിയിൽ കൊലപാതകം നടക്കുമ്പോഴാണ് ഒരു താടിയും മീശയൊക്കെ വെള്ളച്ച ഒരു വക്കീൽ കയറി വന്നിട്ട് എഗ്രിമെന്റ് പഠിച്ചിട്ട് പറഞ്ഞു, വിധിയൊക്കെ കറക്റ്റാ, പക്ഷെ മാംസം മാത്രമേ മുറിക്കാവൂ, ചോര പോകരുത്. അത് എഗ്രിമെന്റിൽ ഇല്ല. ചോര പോകേണ്ട കാര്യം? ഒരു തുള്ളി ചോര പോലും അന്റോണിയോവിന് പോകാതെ മാംസം മാത്രം മുറിച്ചെടുക്കാൻ പറ്റുമോ, മുറിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ കോടതിയും പറഞ്ഞു ശരിയാണ്, മാംസമേ മുറിക്കാൻ പാടുള്ളൂ. ചോര പോകാതെ മാംസം മുറിക്കാൻ കഴിയാതെ ഷൈലോക്ക് പറഞ്ഞു പൈസ തന്നാ മതി. പൈസ തരൂല്ല, ഇനി മാംസം മാത്രം മുറിച്ചെടുക്കും. പൈസയും പോയി, ഇവനെ കൊല്ലലും നടന്നില്ല. ഷൈലോക്ക് ആകെ തളർന്നു പോയി. അന്റോണിയോ രക്ഷപ്പെട്ട് ബൊസാനിയോവിനെ കെട്ടിപ്പിടിച്ചു. തന്നെ രക്ഷിച്ച വക്കീലാരാ? ഫീസൊന്നും കൊടുക്കാത്ത, വക്കാലത്ത് കൊടുക്കാത്ത ഇയാൾ വന്നിട്ട് രക്ഷിച്ചല്ലോ. ആ വക്കീൽ ഒന്നും പറയാതെ പോയി കളഞ്ഞു. അന്വേഷിച്ചു പോയി. ആ വക്കീലിനെ കണ്ടു. നിങ്ങളുടെ ഫീസ് എത്രയാന്ന് ചോദിച്ചപ്പോഴാണ് വക്കീൽ തൻ്റെ താടിയും മീശയും പറിച്ചത്. ബൊസാനിയോവിന്റെ ഭാര്യ പോർഷ്യയായിരുന്നു ആ വക്കീല്. തൻ്റെ ഭർത്താവിന് പണം വായ്പ കൊടുത്ത അന്റോണിയോവിന്റെ ജീവൻ രക്ഷിക്കാൻ പോയ പോർഷ്യയായിരുന്നു ആ വക്കീൽ. ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അതിലൊരു സംഭാഷണമുണ്ട്. ലാസ്റ്റ് അന്റോണിയും ബൊസാനിയും പോർഷ്യയും കൂടി സംസാരിക്കുമ്പോൾ അന്റോണിയും ബൊസാനിയും പോർഷ്യയോട് ചോദിച്ചു, പോർഷ്യയെ, ലോകത്ത് ഷൈലോക്കുമാര് വളരുക, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, പണോർ ബ്രഹ്മ, പണോർ വിഷ്ണു, പണോർ ദേവോ മഹേശ്വര എന്ന് പറയുന്നവരാ അല്ലടി. നമ്മൾ വിചാരിച്ച ഈ ലോകത്തെ നേരെയാക്കാൻ പറ്റുമോ പോർഷ്യയെ? അപ്പൊ പോർഷ്യ പറഞ്ഞു, പ്രാണനാഥ, നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിൽ ഒരു മെഴുകുതിരി കത്തുന്നത് കണ്ടോ? ആ മെഴുകുതിരി വെളിച്ചത്തിന് ഈ ഭൂമിയിൽ എല്ലായിടത്തുള്ള അന്ധകാരം ഇല്ലാതാക്കാനുള്ള കെൽപ്പുണ്ടോ? അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും അന്ധകാരം പോയി വെളിച്ചം വരുന്ന കാലത്ത് ഞാൻ കത്തിക്കോളാന്ന് പറഞ്ഞിട്ട് മെഴുകുതിരി കെട്ടുകളയുന്നുണ്ടോ? ഇല്ല. ഓരോ മെഴുകുതിരിക്കും അതിനാവുന്നത്ര അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് സ്വയം എരിഞ്ഞു തീരുന്നു. നമ്മളൊരു മെഴുകുതിരിയാവുക എന്നാണ് പോർഷ്യ പറയുന്നത്. എനിക്ക് ഒറ്റ കാര്യം അഭ്യർത്ഥിക്കാനുള്ളൂ. ലോകത്ത് പല കൊള്ളയും കൊലയും കൊലപാതകവും തോന്നിയാസവും വിദ്വേഷമൊക്കെ ഉണ്ടാകാം. അവരെല്ലാം നല്ലവരാകുന്ന കാലത്ത് ഞാനും നല്ലവരാകാമെന്ന് ഓരോ ആളും തീരുമാനിച്ചാൽ ലോകം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നമ്മൾ ഒരു മെഴുകുതിരിയാവുക. നമുക്കാവുന്ന നമ്മുടെ ഒരു കുടുംബത്തിന്റെ, ഒരു ഗ്രാമത്തിന്റെ, ഒരു സൗഹൃദ വലയത്തിന്റെ വെളിച്ചമായി നമ്മളെല്ലാം ഒരു മെഴുകുതിരിയാവുക എന്ന് ഈ അൾത്താരയുടെ മുന്നിൽ വെച്ച് നമ്മളെല്ലാം ഉറപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ പള്ളി വികാരിക്കും അതുപോലെ എന്നെ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത സാമുവൽ സാറിനും ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ആദ്യം നന്ദി പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുവാനുള്ളത് 2 മണിക്കൂർ നേരമായി ഇത്രയും ശ്രദ്ധിച്ച്, സാധാരണ ഇങ്ങനെ വളരെ ലേസിയായിട്ട് കൂട്ടുവായിട്ടിരിക്കുന്ന സദസ്സായിരുന്നു സാധാരണ. ഇതൊന്നുമില്ലാതെ വളരെ എനർജറ്റിക് ആയിട്ട് എന്നെ ശ്രവിച്ച് പ്രതികരിച്ചിരുന്ന ഈ സദസ്സിൻ്റെ മുന്നിൽ ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കുന്നു. നമസ്കാരം.